തിരുവചന പ്രഘോഷണത്തിന് വേണ്ടി ഇന്നേ ദിവസം ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബിജു വി പന്തപ്ലാസ്. ബിജു സാറിനെ കുറിച്ച് പറയുമ്പോൾ മലങ്കര സഭയിലെ എല്ലാ കൺവെൻഷൻ പന്തലുകളിലും സുവിശേഷ പ്രഘോഷണം നടത്തി വളരെ പ്രസിദ്ധമായ രീതിയിൽ തൻ്റെ തിരുവചന പ്രഘോഷണ രംഗം വളരെ പ്രസിദ്ധമായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവാവാണ്. എനിക്കും വളരെ അഭിമാനത്തോടു കൂടി പറയാം, എൻ്റെ നാട്ടുകാരനും എൻ്റെ ഇടവക അംഗവും ആയ ബഹുമാനപ്പെട്ട സാറിനെ ഇന്ന് ഇവിടേക്ക് ലഭിച്ചത് വളരെ ഭാഗ്യമായി ഞാൻ ഓർക്കുകയാണ്. അധ്യാപകനും പ്രഭാഷകനും രചയിതാവും ഒക്കെയായി വളരെ ബഹുമുഖ പ്രതിഭയുള്ള ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹത്തിൻ്റേത്. ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ദൈവവചനങ്ങൾ പരിശുദ്ധാത്മ നിറവിൽ നമുക്ക് ഉൾക്കൊള്ളുവാനും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഉണ്ടായ കുറവുകളും ബലഹീനതകളും കുറ്റങ്ങളും അവയെക്കുറിച്ച് ഓർക്കുന്നതിനും പുതുക്കത്തോടുകൂടി പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുന്നതിനും നമുക്ക് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ ആദരപൂർവ്വം അദ്ദേഹത്തെ ഈ പെരുമല സെമിനാരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്നെ ഏറ്റവും സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മത്തായിക്കുട്ടിയച്ഛൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സ്നേഹിതരെ, ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്കും പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൻ്റെ ശുഭപ്രതീക്ഷയിലേക്കും നാം കടന്നു വന്നിരിക്കുകയാണ്. പരിശുദ്ധ സഭയുടെ ആരാധനകളിലും ശുശ്രൂഷകളിലും വളരെയധികം ഉത്സാഹത്തോടെ നാം ഉരുവിടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ ആരാധനയുടെ പ്രഭാത നമസ്കാരത്തിൽ, എല്ലാ ദിവസങ്ങളിലെയും പ്രഭാത നമസ്കാരത്തിൽ നാം ഉരുവിടുന്ന പ്രാർത്ഥന വർഷങ്ങൾക്ക് വേണ്ടിയും മാസങ്ങൾക്ക് വേണ്ടിയുമുള്ള ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുവാനായി സന്തോഷമുള്ള മാസങ്ങളെയും ഐശ്വര്യമുള്ള സംവത്സരങ്ങളെയും ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് പ്രാർത്ഥന. സഭയുടെ പിതാക്കന്മാർ ഈ പ്രാർത്ഥന വളരെ അർത്ഥപൂർണമായി ക്രമീകരിച്ചിരിക്കുകയാണ്. ഇത് ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ മാത്രമല്ല നമ്മുടെ ആരാധനയിൽ നമ്മൾ ഈ പ്രാർത്ഥന ഉരുവിടുന്നത്, മറിച്ച് ഓരോ ദിവസവും നമ്മുടെ ആരാധനകളിൽ ഈ പ്രാർത്ഥന ഉരുവിടുകയാണ്. കർത്താവേ, നിന്റെ കൃപയ്ക്ക് വേണ്ടി നിന്നെ സ്തോത്രം ചെയ്യുവാൻ സന്തോഷമുള്ള മാസങ്ങളെയും ഐശ്വര്യമുള്ള സംവത്സരങ്ങളെയും ഞങ്ങൾക്ക് നൽകണമേ എന്നത്. ഒരുപക്ഷെ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ വരുമ്പോൾ ഇതിനപ്പുറത്ത് ഒരു പ്രാർത്ഥനയുടെ അനിവാര്യതയില്ല എന്നാണ് എൻ്റെ പക്ഷം. കാരണം പിതാക്കന്മാർ ആത്മാവിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആനന്ദത്തിനോ ഞങ്ങളുടെ സ്വാർത്ഥതയുടെ പൂർത്തീകരണത്തിനോ ഞങ്ങളുടെ ഭൗതികതയുടെ ആസ്വാദനത്തിനോ ആയിട്ടല്ല ഞങ്ങൾ പുതിയ വർഷത്തെ നിന്നിൽ നിന്ന് യാചിക്കുന്നത്. പുതുവർഷം സ്വാർത്ഥതയുടെ പൂർത്തീകരണത്തിനല്ല ദൈവമേ, മറിച്ച് അങ്ങയുടെ കൃപകളെ ആവർത്തിച്ച് ഉരുവിടുവാൻ വേണ്ടി മാത്രമാണ്
സന്തോഷമുള്ള മാസങ്ങളെയും ഐശ്വര്യമുള്ള സംവത്സരങ്ങളെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഇതിനപ്പുറത്ത് ഒരു പ്രാർത്ഥന ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. മാനുഷികമായി നാം എത്ര പരിശ്രമിച്ചാലും ഇത്തരമൊരു പ്രാർത്ഥനയെ രൂപപ്പെടുത്തുവാനും കഴിയില്ല. 2 സെന്റൻസുകളിലായി ശ്രേഷ്ഠമായ ഈ പ്രാർത്ഥന സഭയുടെ ഞായറാഴ്ച പ്രഭാത നമസ്കാരത്തിൽ ഈ പ്രാർത്ഥന നമ്മൾ ഉരുവിടുന്നുണ്ട്. പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല എന്നതാണ് വസ്തുത. പ്രഭാത നമസ്കാരത്തിൽ, ഞായറാഴ്ച പ്രഭാത നമസ്കാരത്തിൽ, സ്ലീബാ നമസ്കാരത്തിൽ ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോൻ ദേവ എന്ന പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥന നമ്മൾ ഉരുവിടുന്നുണ്ട്. നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുവാനായി സന്തോഷമുള്ള മാസങ്ങളെയും ഐശ്വര്യമുള്ള സംവത്സരങ്ങളെയും ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥന. ആനന്ദ ഐശ്വര്യമെഴും മാസാബ്ദങ്ങളെ നൽകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആമുഖമായി ഞാനിത് സൂചിപ്പിച്ചത് ഒരു വർഷത്തിൻ്റെ അവസാന നിമിഷത്തിൽ മാത്രം ഒരു വർഷത്തെക്കുറിച്ച് ആലോചിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പാരമ്പര്യമല്ല ഈ സഭയുടെ പാരമ്പര്യം. മറിച്ച് ഓരോ ആരാധനയിലും ഓരോ വർഷത്തിൻ്റെ ഓരോ ദിവസത്തിലും ഉടനീളം നാം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുവാനായി സന്തോഷമുള്ള മാസങ്ങളെയും ഐശ്വര്യമുള്ള സംവത്സരങ്ങളെയും ഞങ്ങൾക്ക് നൽകണമേ എന്ന്. ഈ പ്രാർത്ഥന ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഈ തിരുവചന ശുശ്രൂഷ അവസാനിക്കുന്നത് വരെയും പുതുവർഷത്തിൻ്റെ പുലരി കാണുന്നത് വരെയും ആയുസ്സിൻ്റെ നിമിഷങ്ങളിലെല്ലാം മനസ്സിൽ ഉരുവിടുവാനുള്ള അർത്ഥപൂർണമായൊരു പ്രാർത്ഥനയായത്. ഇത് ഹൃദയസ്ഥമാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുവാൻ സന്തോഷമുള്ള മാസങ്ങളെയും ഐശ്വര്യമുള്ള സംവത്സരങ്ങളെയും ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഈ സന്ധ്യയിൽ ധ്യാനാത്മകമായി ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും അനുദപിക്കുവാനും പുതിയ വർഷത്തിൻ്റെ സന്ദേശം സ്വീകരിക്കുവാനുമായി തിരുവചന ധ്യാനത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം വളരെ ലളിതമായ, വളരെ മനോഹരമായ ഒരു വേദഭാഗമാണ്. കൃപയിൽ നിറയുന്ന ഒരു വേദഭാഗമാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 10-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 10-ാമത്തെ വാക്യം. വളരെ ലളിതമായ ഭാഷയിൽ അതിശക്തമായ ചില സന്ദേശങ്ങൾ ഇവിടെ പരിശുദ്ധനായ പൗലോസ്ലീഹ നൽകുകയാണ്. ഒരു പരിധിവരെ ഒരു മനുഷ്യ ജീവിതത്തിന് അനിവാര്യമായിരിക്കുന്ന എല്ലാ സന്ദേശങ്ങളും ഈ വേദഭാഗത്തിൽ ഉണ്ട്. കേവലം 4 ലളിതമായ വാക്യങ്ങളിലാണ് ഈ വേദഭാഗത്തെ നാം കാണുന്നത്. വളരെ ലളിതമായ എന്നാൽ അതിസുന്ദരമായ 4 വാക്യ ശകലങ്ങളാണ്. ദൈവ കൃപയിൽ നിറയുന്നതിനെ കുറിക്കുന്ന ഒരു വേദഭാഗമാണ്. വളരെ ലളിതമാണ്, ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 10-ാമത്തെ വാക്യം. പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ ഒരു പ്രഖ്യാപനമാണ് അവിടെ നമ്മൾ കാണുന്നത്. അദ്ദേഹം പറയുന്നത്, എങ്കിലും ഞാനാകുന്നത് ദൈവ കൃപയാൽ ആകുന്നു. എങ്കിലും ഞാനാകുന്നത് ദൈവ കൃപയാൽ ആകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. ഒരുപക്ഷെ ഒരു പ്രഭാഷണത്തിൻ്റെ പശ്ചാത്തലമില്ലാതെ, ഒരു പൊരുൾ തിരിച്ചു തരലിൻ്റെ ആവശ്യകതയില്ലാതെ തന്നെ
വളരെ ശാന്തമായി ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുവാൻ ശക്തമായ ഒരു വേദഭാഗമാണ് പൗലോസ് ശ്ലീഹ ഇവിടെ നമുക്ക് നൽകുന്നത്. അദ്ദേഹം ആരംഭിക്കുന്നത് ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല എന്നാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു എന്നാണ്. അവസാനം അദ്ദേഹം പറയുന്നത് അധ്വാനിച്ചതൊന്നും ഞാനല്ല, ചെയ്തതൊന്നും ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയാണ് എന്നാണ്. ഈ വാക്യത്തിൻ്റെ ഭാഷാപരമായ ഒരു സൗന്ദര്യമുണ്ട്. ഇതിന് ഭാഷാപരമായി ഇതിൻ്റെ സൗന്ദര്യം എന്ത് എന്ന് ചോദിച്ചാൽ ഇത് ദൈവകൃപയിൽ ആരംഭിച്ച് ദൈവകൃപയിലൂടെ സഞ്ചരിച്ച് ദൈവകൃപയിൽ അവസാനിക്കുന്ന ഒരു വേദഭാഗമാണ്. ഈ വേദഭാഗത്തിൽ 4 ഇടങ്ങളിലും കൃപ, ദൈവകൃപ എന്ന വാക്ക് ആവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ മനുഷ്യജീവിതത്തിൻ്റെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിത്തറയും ആണിക്കല്ലും ഈ ദൈവ കൃപയാണ്. പൗലോസ് ശ്ലീഹ സൂചിപ്പിക്കുന്ന ചിന്ത എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാൽ ആകുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ഒരു വർഷത്തിൻ്റെ അവസാന പാദത്തിലേക്ക് നാം എത്തുമ്പോൾ ഈ സന്ധ്യായാമങ്ങളിൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ മഥിക്കേണ്ടുന്ന, നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കേണ്ടുന്ന, നമ്മുടെ മനസ്സിനെ ധ്യാനാത്മകമാക്കേണ്ടുന്ന ശക്തമായ ഒരു ചിന്തയാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഈ സന്ധിയിലും നിൽക്കുന്നു എങ്കിൽ, ഞാൻ ഈ സന്ധിയിലും ആയുസ്സോടെ ഈ ഭൂമുഖത്ത് ആയിരിക്കുന്നു എങ്കിൽ അത് എൻ്റെ അർഹതയല്ല, എൻ്റെ യോഗ്യതയല്ല, ദൈവസന്നിധിയിൽ എനിക്കുള്ള നീതിയല്ല, മറിച്ച് ദൈവമേ അവിടുത്തെ കൃപ മാത്രം ആകുന്നു. കൃപ എന്ന വാക്കിന് നമ്മുടെ പശ്ചാത്തലത്തിൽ, നമ്മുടെ ആരാധന പശ്ചാത്തലത്തിലും നമ്മുടെ വേദശാസ്ത്ര വിശകലനത്തിലും ഒക്കെ ആധാരമായിരിക്കുന്ന ഒരു ചിന്തയുണ്ട്. എന്താണ് കൃപ എന്നതിനെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നത്? അർഹതയില്ലാത്തത് ലഭിക്കുന്നതാണ് കൃപ എന്നാണ്. ഒരുപക്ഷെ ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്ന ഒരു ചിന്തയാണിത്. അർഹതയില്ലാത്തത് ലഭിക്കുന്നതാണ് കൃപ എന്ന് പിതാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പൗലോസ് ഇത് എഴുതുന്നത് പൗലോസിന്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ്. നമുക്കറിയാം, പൗലോസിന്റെ ജീവിതം നമുക്കറിയാം. അദ്ദേഹം കൃപ ലഭിക്കുന്നതിന് മുൻപ് അദ്ദേഹം ശൗലായിരുന്നു. ശൗലായി അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തെയും ക്രിസ്തുവിനെയും അക്ഷരാർത്ഥത്തിൽ ഉപദ്രവിക്കുന്നവനായിരുന്നു. ക്രിസ്തുവിന് നിരക്കാത്ത, ദൈവത്തിന് നിരക്കാത്ത, ദൈവസന്നിധിയിൽ നീതിയില്ലാത്ത ഒരു ജീവിതം നയിച്ച ആളാണ് ശൗൽ. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിലിൽ വെച്ച് അഭൗമികമായ സ്വർഗീയമായ ഒരു പ്രകാശം ഈ മനുഷ്യനെ തേടി എത്തുകയാണ്. ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്നവനെങ്കിലും, ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നവനെങ്കിലും, ക്രിസ്തുവിന് എതിര് നിൽക്കുന്നവനെങ്കിലും ദൈവം വിചാരിക്കുമ്പോൾ ഒരു സ്വർഗീയമായ പ്രകാശ വലയത്തിൽ ഈ മനുഷ്യൻ വന്നുപെടുകയാണ്. അവിടെ വെച്ച് യേശു തമ്പുരാൻ അവന് കൃപ നൽകി അവനെ രൂപപ്പെടുത്തി എടുക്കുകയാണ്. ഒരുപക്ഷെ പൗലോസ് ആ പ്രകാശ വലയത്തിൽ വീണപ്പോൾ തന്നെ പൗലോസിന് ബോധ്യമുണ്ടായി കാണും, ഇത് എൻ്റെ അർഹത കൊണ്ട് ലഭിച്ച ഒരു ദൈവ സാന്നിധ്യമല്ല, മറിച്ച് ദൈവം കൃപയോടെ നൽകിയ നന്മയാണ് എന്ന്. അതുകൊണ്ടാവും ഒരുപക്ഷെ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിൽ ഉടനീളം ആവർത്തിക്കുന്ന വാക്കും കൃപ, കൃപ, കൃപ എന്ന വാക്കാണ്. കാരണം ദൈവസന്നിധിയിൽ നീതിയോടെ ജീവിച്ചത് കൊണ്ട് ലഭിച്ച അംഗീകാരമല്ല
മറിച്ച് തൻ്റെ അർഹതയില്ലായ്മയിലും തനിക്ക് ലഭിച്ച നന്മയാണ് പൗലോസ് അവിടെ ചിന്തിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ധിയിൽ നാം ഈ പവിത്രമായ ദേവാലയത്തിൽ എത്തിയിരിക്കുമ്പോൾ തിരുമുഖ ദർശനത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കേണ്ടുന്ന ചിന്തയും ഇതുതന്നെ അല്ലേ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം നൽകിയിരിക്കുന്ന നന്മകൾ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ തമ്പുരാൻ ചൊരിഞ്ഞു തന്നിരിക്കുന്ന കൃപകൾ എൻ്റെ അർഹതയുടെ അംഗീകാരമാണോ? ആപത്തുകളുടെ ലോകത്ത്, അപകടങ്ങളുടെ ലോകത്ത്, രോഗങ്ങളുടെ ലോകത്ത്, അസ്വസ്ഥതകളുടെയും നെടുവീർപ്പുകളുടെയും നൊമ്പരങ്ങളുടെയും ലോകത്ത് അത്ഭുതകരമായി തമ്പുരാൻ ഈ സന്ധ്യ വരെയും നമ്മെ പുലർത്തിയിട്ടുണ്ടെങ്കിൽ അർഹതയുടെ അംഗീകാരമാണോ? ഞാൻ പാപിയായി ജീവിച്ചിട്ടും, ഞാൻ ദൈവസന്നിധിയിൽ നീതിയില്ലാത്തവനായി ജീവിച്ചിട്ടും, ഞാൻ ദൈവസന്നിധിയിൽ പരിമിതികളിൽ ജീവിച്ചിട്ടും, ബലഹീനനായി ജീവിച്ചിട്ടും, ഞാൻ തമ്പുരാന് എതിര് നിന്നിട്ടും കരുണയോടെ ദൈവം എന്നെ പരിപാലിച്ചു. ഇതാണ് ദൈവ കൃപ. സാധാരണ നിലയിൽ ആരാധനയുടെ പശ്ചാത്തലത്തിൽ ഇതിന് നൽകുന്ന മറ്റൊരു വ്യാഖ്യാനമുണ്ട്. സാധാരണയായി പറയാറുണ്ട്, 2 തരത്തിലുള്ള കണ്ണുനീരുകൾ ഉണ്ട് എന്ന് പറയാറുണ്ട്. 2 തരത്തിലുള്ള കണ്ണുനീരുണ്ട് എന്ന് പറയും. ചിലയിടങ്ങളിലൊക്കെ ഞാനിത് പറയുമ്പോൾ ആളുകൾ പറയാറുണ്ട്, അത് സന്തോഷത്തിൻ്റെ കണ്ണുനീരും സന്താപത്തിൻ്റെ കണ്ണുനീരുമാണ് എന്ന് ആളുകൾ പറയാറുണ്ട്. 2 തരത്തിലുള്ള കണ്ണുനീർ സന്തോഷത്തിൻ്റെ കണ്ണുനീരും സന്താപത്തിൻ്റെ കണ്ണുനീരുമല്ല. ആരാധനയുടെ പശ്ചാത്തലത്തിൽ വരുമ്പോൾ, ദൈവ സാന്നിധ്യത്തിൽ വരുമ്പോൾ 2 തരത്തിലുള്ള കണ്ണുനീരുകൾ ഉണ്ട്. ഒന്ന് ഭൗതികതയുടെ കണ്ണുനീർ എന്നാണ് ഞാനതിനെ വിശേഷിപ്പിക്കുന്നത്. ഒന്ന് ഭൗതികതയുടെ കണ്ണുനീർ എന്ന് പറയും. എന്താ ഭൗതികതയുടെ കണ്ണുനീർ എന്നറിയാമോ? പലപ്പോഴും ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോ, പരിശ്രമിച്ചിട്ട് നേടാൻ ആവാതെ വരുമ്പോ, ലഭിക്കും എന്ന് വിശ്വസിച്ചിട്ട് ലഭിക്കാതെ വരുമ്പോ, അർഹതയുണ്ട് എന്ന് കരുതിയിട്ട് അത് നേടാനാവാതെ വരുമ്പോ നമുക്കുണ്ടാവുന്ന നിരാശയുടെ കണ്ണുനീർ ഉണ്ട്. എനിക്ക് അർഹതയുണ്ട് എന്ന് കരുതി എനിക്ക് നേടാൻ ആയില്ല. എനിക്ക് ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു, എനിക്ക് ലഭിക്കാൻ ആയില്ല. എനിക്ക് കിട്ടുമെന്ന് ഞാൻ കരുതി, എനിക്ക് കിട്ടിയില്ല. ഇവിടെ നമ്മൾ കാണുന്നത് നിരാശയുടെ കണ്ണുനീരാണ്. ഇത് ഭൗതികതയുടെ കണ്ണുനീരാണ്. ഒരുപക്ഷെ നാമൊക്കെ ആരാധനാലയത്തിൽ വരുമ്പോ, നാമൊക്കെ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോ നമ്മെ ഭരിക്കുന്ന കണ്ണുനീർ ഇതാണ്. എനിക്ക് യോഗ്യതയുണ്ടായിട്ടും, എനിക്ക് ലഭിക്കുമെന്ന് കരുതിയിട്ടും ദൈവമേ എനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന നിരാശയാണ് നമ്മെ പലപ്പോഴും ഭരിക്കുന്നത്. അതിന് നമ്മൾ ആധാരമായി കാണുന്നത്, എന്നേക്കാൾ നീതിയില്ലാതെ ജീവിക്കുന്ന പലർക്കും ഈ നന്മകൾ ലഭിക്കുന്നല്ലോ. എന്നേക്കാൾ കുറഞ്ഞ നിലയിൽ ജീവിക്കുന്നവർക്ക്, ആരാധനയില്ലാത്തവന്, പ്രാർത്ഥനയില്ലാത്തവന് ഇതിലധികം നന്മകൾ ലഭിക്കുന്നല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. ഇവിടെയൊക്കെ നമ്മുടെ ധാരണ അർഹതയുണ്ടായിട്ട് ലഭിക്കാതിരിക്കുന്ന നന്മകളെ കുറിച്ചുള്ള കണ്ണുനീരുകളാണ്. എന്നാൽ സഭയുടെ ആരാധനയിൽ സഭയുടെ പിതാക്കന്മാർ പറയുന്നത് അത്തരമൊരു കണ്ണുനീർ നമുക്ക് ആവശ്യമില്ല എന്ന്. നമുക്ക് വേണ്ടുന്നത് ഭൗതികതയുടെ കണ്ണുനീരല്ല, നമുക്ക് വേണ്ടുന്നത് ആത്മീയതയുടെ കണ്ണുനീരാണ്. The tears of spirituality. നമുക്ക് വേണ്ടുന്നത് ആധ്യാത്മികതയുടെ കണ്ണുനീരാണ്. ആധ്യാത്മികതയുടെ കണ്ണുനീർ അനുതാപത്തിന്റെ കണ്ണുനീരാണ്. അതെന്താണെന്നറിയാമോ? ദൈവമേ, ഒരർഹതയും ഇല്ലാതിരുന്നിട്ടും, ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും
ദൈവസന്നിധിയിൽ ഒരു നന്മയുമില്ലാതിരുന്നിട്ടും അങ്ങ് നൽകിത്തരുന്ന നന്മകളെ കുറിച്ചുള്ള ബോധ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ സന്ധിയിൽ നാം അടുത്തു വരുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ഉരുകി വരേണ്ടുന്ന കണ്ണുനീർ, ഉള്ളിൽ നിന്ന് ഒഴുകേണ്ടുന്ന കണ്ണുനീർ, നമ്മുടെ കണ്ണുകൾക്കുണ്ടാകേണ്ടുന്ന നനവ് ഇതാണ്. ദൈവമേ, അർഹതയില്ലാത്ത എത്രയധികം നന്മകൾ, യോഗ്യതയില്ലാത്ത എത്രയധികം നൽവരങ്ങൾ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിരിക്കുന്നു. അങ്ങ് നൽകിയിട്ടുള്ളതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. അതെൻ്റെ അർഹത കൊണ്ടല്ല, അതെൻ്റെ നന്മ കൊണ്ടല്ല, അതെൻ്റെ നീതി കൊണ്ടല്ല, മറിച്ച് അങ്ങയുടെ കൃപ ഒന്ന് കൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാവും പൗലോസ് ശ്ലീഹ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ ഈ വാക്യത്തിന് മുൻപായി 4-ാം അധ്യായത്തിൽ എഴുതുന്ന വളരെ ശ്രദ്ധേയമായ മറ്റൊരു വാക്യമുണ്ട്. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവിടെ അദ്ദേഹം ചോദിക്കുന്നത്, നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? നിനക്ക് നിന്നെക്കുറിച്ച് എന്തെങ്കിലും വിശേഷണം നൽകാൻ ആവുമോ? നിനക്ക് ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? നേടിയത് എന്ന് പറയുവാൻ എന്താ ഉള്ളത്? കരുണയുള്ള ദൈവം കരുണയോടെ നൽകിയിട്ടുള്ളതല്ലാതെ എന്താ നിന്റെ ജീവിതത്തിലുള്ളത്? നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്നതുപോലെ പ്രശംസിക്കുന്നത് എന്ത്? പ്രിയമുള്ളവരെ, പൗലോസ് ശ്ലീഹ ഉയർത്തുന്ന ആത്മീയതയുടെ ശക്തമായ ഒരു ചോദ്യമാണ്. നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ട് എന്ന് അഭിമാനിക്കുവാൻ എന്താ? നേടി എന്ന് അഭിമാനിക്കുവാൻ എന്താ? നിന്റെ ജീവിതത്തിൽ പ്രശംസിക്കുവാൻ എന്താ ഉള്ളത്? സഹോദരങ്ങളെ, ലഭിച്ചതല്ലാതെ, അർഹതയില്ലായ്മയിൽ ലഭിച്ചതല്ലാതെ, യോഗ്യതയില്ലായ്മയിൽ ലഭിച്ചതല്ലാതെ എനിക്ക് ഒന്നുമില്ല എന്ന് പൗലോസ് ശ്ലീഹ ഇവിടെ സാക്ഷിക്കുകയാണ്. ഇവിടെയാണ് ആധ്യാത്മികതയുടെ കണ്ണുനീർ ഉതിർന്ന് വീഴേണ്ടുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ആരാധനകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ മഥിക്കേണ്ടുന്ന ചിന്തയും ഇത് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതല്ലാതെ ഒന്നുമില്ല. എൻ്റെ യോഗ്യത കൊണ്ടോ എൻ്റെ അധ്വാനം കൊണ്ടോ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഞാൻ നേടിയിട്ടുള്ളത് ഒന്നുമില്ല. എല്ലാം അവിടുത്തെ ദാനമാണ്, എല്ലാം അവിടുത്തെ കൃപയാണ് എന്ന ഒരു വിചിന്തനം, അതിനെയാണ് യഥാർത്ഥത്തിൽ സമർപ്പണം എന്ന് നാം ഉദ്ദേശിക്കുന്നത്. ആരാധനാ ജീവിതത്തിൽ സമർപ്പണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ലഭിച്ചതൊന്നും എൻ്റേതല്ല, ലഭിച്ചതെല്ലാം അങ്ങയുടെ ദാനമാണ് എന്ന ബോധ്യത്തിൽ സ്വയം വിനയപ്പെടുന്നതാണ്, സ്വയം ഇല്ലാതെയാകുന്നതാണ്, സ്വയത്തെ ഇല്ലാതെ ആക്കുന്നതാണ്, സ്വയം ശൂന്യമായി തീരുന്നതാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികതയിലെ സമർപ്പണം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പുതുവത്സര സന്ധിയിൽ നാം ദൈവസന്നിധിയിൽ നിർവഹിക്കേണ്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു പുനരർപ്പണമാണ്. ദൈവസന്നിധിയിൽ അനിവാര്യമായിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പുനരർപ്പണമാണ്. ഇത്രകാലം എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ പ്രശംസിച്ചെങ്കിൽ, ഇത്രകാലം എൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകളിൽ ഞാൻ അഹങ്കരിച്ചു എങ്കിൽ, ഇത്രകാലം എൻ്റെ ജീവിതത്തിൽ എൻ്റെ അധ്വാനങ്ങളിൽ ഞാൻ പ്രതീക്ഷ വെച്ചെങ്കിൽ, ഈ സന്ധിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ സമ്പൂർണമായി വിനയപ്പെടാം. എൻ്റെ പ്രതീക്ഷകളല്ല, എൻ്റെ സാധ്യതകളല്ല, മറിച്ച് എല്ലാം അവിടുത്തെ ദാനമാകുന്നു എന്ന ബോധ്യത്തിൽ നമുക്ക് സ്വയം വിനയപ്പെടുവാനുള്ള സന്ധ്യയായി ഇത് പരിണമിക്കട്ടെ. ഒരുപക്ഷെ പൗലോസ് ശ്ലീഹ തന്നെ
ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചിന്ത കൂടെ നൽകുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം നമ്മൾ പരിശോധിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചിന്ത നമുക്ക് കാണാൻ പറ്റും. ഫിലിപ്പി ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ ഉള്ള വാക്യങ്ങളിൽ, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, പൗലോസ് ശ്ലീഹ പറയുകയാണ്, പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ട്. പൗലോസ് ശ്ലീഹ പറയുകയാണ്, എനിക്ക് കൃപയിൽ മാത്രമല്ല, എനിക്ക് ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ട്. തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ തനിക്ക് അഭിമാനിക്കുവാൻ തൻ്റെതായി ചിലതുണ്ട് എന്ന് പൗലോസ് ശ്ലീഹ ഈ വാക്യത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം തൻ്റെ വ്യക്തി ജീവിതത്തിൽ തനിക്ക് പ്രശംസിക്കുവാൻ ഏറെയുണ്ട് എന്ന് പൗലോസ് ശ്ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് 8 കാര്യങ്ങൾ പൗലോസ് ശ്ലീഹ തൻ്റെ ജീവിതത്തിൻ്റെ അഭിമാനമായി, തൻ്റെ ജീവിതത്തിൻ്റെ യോഗ്യതകളായി, തൻ്റെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളായി പൗലോസ് ശ്ലീഹ അവിടെ അവതരിപ്പിക്കുകയാണ്. എന്താ തൻ്റെ ജീവിതത്തിൻ്റെ 8 നേട്ടങ്ങൾ എന്ന് നോക്കൂ. നമുക്ക് പരിചയമുള്ളതാണ്. ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. നോക്കിക്കേ, പൗലോസ് ശ്ലീഹ കൃപയ്ക്ക് അപ്പുറത്ത് തൻ്റെ ചില യോഗ്യതകളെ കുറിച്ച് വർണ്ണിക്കുവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇവിടെ ഈ വാക്യം പൂർണ്ണമാകുന്നില്ല. ഈ വാക്യം പൂർണ്ണമാകുന്നത് തൊട്ടടുത്ത തൻ്റെ ചിന്തയിലാണ്. തൻ്റെ യോഗ്യതകൾ ക്രമമായി എണ്ണമിട്ട് പറഞ്ഞിട്ട് പൗലോസ് ശ്ലീഹ അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇതെല്ലാം എൻ്റെ യോഗ്യതകൾ ആണെങ്കിലും, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളാണെങ്കിലും, തനിക്ക് മതജീവിതത്തിൽ പ്രശംസിക്കുവാനുണ്ട്, തൻ്റെ വംശത്തിൽ പ്രശംസിക്കുവാനുണ്ട്, തൻ്റെ കുടുംബ മഹിമയിൽ പ്രശംസിക്കുവാനുണ്ട്, തൻ്റെ വിദ്യാഭ്യാസ ഔന്നത്യത്തിൽ തനിക്ക് പ്രശംസിക്കുവാനുണ്ട്, തൻ്റെ പാണ്ഡിത്യത്തിൽ തനിക്ക് പ്രശംസിക്കുവാനുണ്ട്, തൻ്റെ കുലമഹിമയിൽ തനിക്ക് പ്രശംസിക്കുവാനുണ്ട്, തൻ്റെ മതജീവിതത്തിൽ തനിക്ക് പ്രശംസിക്കുവാനുണ്ട്. ഇത്തരം പ്രശംസകൾ തനിക്ക് ഏറെ ഉണ്ടെങ്കിലും പൗലോസ് ശ്ലീഹ ഈ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാ: എങ്കിലും എനിക്ക് ലാഭമായിരുന്നത് ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. പൗലോസ് ശ്ലീഹ പറയുന്നത്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നത് ഒക്കെയും. ലാഭം എന്ന വാക്ക് പള്ളി ഭാഷയല്ല, മാർക്കറ്റ് ഭാഷയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ ലാഭം എന്നതിനുള്ള തത്തുല്യമായ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വാല്യുവബിൾ എന്നാണ്. വാല്യുബിൾ, എനിക്ക് ലാഭം എന്നതിന് പകരം എനിക്ക് അമൂല്യം എന്ന് ഞാൻ കരുതിയിരുന്നത് എല്ലാം, എനിക്ക് വിലയുള്ളത് എന്ന് ഞാൻ കരുതിയിരുന്നതെല്ലാം. ശ്രദ്ധിച്ചേ, ഒരു കാലത്ത് ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ കുടുംബ മഹിമ, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, എൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ, ഇതെല്ലാം എനിക്ക് ശ്രേഷ്ഠമാണ് എന്ന്, എനിക്ക് അമൂല്യമാണ് എന്ന് ഞാൻ കരുതിയിരുന്നു. ഇതുവരെ എൻ്റെ ഭൗതിക നേട്ടങ്ങളാണ് അമൂല്യമെന്ന് ഞാൻ കരുതിയത് എങ്കിൽ, എനിക്ക് ക്രിസ്തുവിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ചിന്ത വരുന്നത്, ക്രിസ്തു നിമിത്തം അതെല്ലാം ഞാൻ ഛേദം എന്ന് എണ്ണുകയാണ്. ഛേദം എന്നതും നമുക്ക് സാധാരണ ഭാഷയിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. കുട്ടികളുടെ ഭാഷയിൽ അംശവും ഛേദവുമുണ്ട്. അംശം മുകളിലുള്ളത്, ഛേദം താഴെയുള്ളത്. മാത്തമാറ്റിക്സിൽ ഛേദം ഉണ്ട്. എന്നാൽ ഇവിടെ ഛേദം എന്ന വാക്കിന് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പദം
വർത്ത്ലെസ് എന്നാണ്, വിലയില്ലാത്തത് എന്നാണ്. നോക്കിക്കേ, ഇത്രകാലം എൻ്റെ കുടുംബ മഹിമയിൽ ഞാൻ പ്രശംസിച്ചെങ്കിൽ, എൻ്റെ കുലമഹിമയിൽ ഞാൻ പ്രശംസിച്ചെങ്കിൽ, എൻ്റെ പാണ്ഡിത്യത്തിൽ ഞാൻ പ്രശംസിച്ചെങ്കിൽ, എൻ്റെ യോഗ്യതകളിൽ ഞാൻ പ്രശംസിച്ചെങ്കിൽ, ഇനി ഞാൻ പറയുന്നത് ക്രിസ്തു നിമിത്തം അതെല്ലാം എനിക്ക് വിലയില്ലാത്തതാണ്. എനിക്കിന്ന് അമൂല്യമായി ഉള്ളത് ഒന്നേ ഒന്ന്, അത് ദൈവകൃപ മാത്രം എന്ന് പൗലോസ്ലീഹ ഇവിടെ സാക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ സന്ധിയിൽ നാം അടുത്തു വരുമ്പോൾ നമ്മെ ഭരിക്കേണ്ടുന്ന ചിന്തയും ഇതുതന്നെയാണ്. ഇത്രകാലം എൻ്റെ വ്യക്തിത്വത്തിന് നിദാനമായി, എൻ്റെ ജീവിതത്തിന് ആധാരമായി, എൻ്റെ ജീവിതത്തിൻ്റെ പ്രൗഢിയായി ഞാൻ കണ്ടിരുന്നത് എന്തെല്ലാമാണ്? എൻ്റെ കുടുംബ മഹിമയിൽ ഞാൻ അഹങ്കരിച്ച കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളിൽ ഞാൻ പ്രശംസിച്ച കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയിൽ ഞാൻ അഹങ്കരിച്ച കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മതജീവിതത്തിൽ ഞാൻ പ്രശംസിച്ചിട്ടുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ അഹങ്കാരിയായിട്ടുണ്ട്. എൻ്റെ ആരാധനാ ജീവിതത്തിൽ ഞാൻ അഹങ്കാരം വെച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ ലഭിച്ചു കഴിയുമ്പോൾ ഈ ജീവിതങ്ങൾ ഒന്നും എനിക്കൊന്നുമല്ല. മറിച്ച് എൻ്റെ കുറവുകളുള്ള ജീവിതത്തിൽ, എൻ്റെ ബലഹീനതകളുള്ള ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്ക് നൽകിത്തന്ന നന്മകൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിന് ആധാരം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇവിടെ പൗലോസ് പറയുന്നത് തൻ്റെ യോഗ്യതകളെ കുറിച്ചാണല്ലോ, താൻ ആരാണ് എന്നതിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഒരുപക്ഷെ തൻ്റെ പ്രതിച്ഛായകളെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഖലീൽ ജിബ്രാൻ എന്ന എഴുത്തുകാരൻ്റെ, അറബി എഴുത്തുകാരനാണ് അദ്ദേഹം. ലബാനോനിൽ ജീവിതം ആരംഭിക്കുകയും മധ്യ പൗരസ്ത്യ ദേശങ്ങളിൽ എഴുതുകയും ജീവിക്കുകയും ചെയ്ത ഒരു വിശ്വ സാഹിത്യകാരനാണ് ഖലീൽ ജിബ്രാൻ. ഒരുപാട് വായനക്കാരും ഒരുപാട് ചിന്തകളും ഉള്ള ഒരു എഴുത്തുകാരൻ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ എന്ന ഒരൊറ്റ പുസ്തകം കൊണ്ട് തന്നെ ലോക സാഹിത്യത്തിൽ ഇടം നേടിയ ആളാണ്. ഇപ്പോൾ മലയാളത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ആവോളം നമുക്ക് ലഭിക്കുന്നും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം എന്നും ലോകത്തിൻ്റെ എല്ലാ ചലനങ്ങളിലും ആധ്യാത്മികതയുടെ പൊരുളുകൾ അന്വേഷിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം. ഹി വാസ് എ മിസ്റ്റിക് എന്നാണ് പറയുക. അദ്ദേഹം ഒരു പ്രപഞ്ചത്തിൻ്റെ എല്ലാ അംശങ്ങളിലും, ലോകത്തിൻ്റെ എല്ലാ നടപ്പുകളിലും ആധ്യാത്മികത അന്വേഷിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ചെറിയ ഒരു കഥയുണ്ട്. ഒരുപക്ഷെ തൻ്റെ എഴുത്തുകളിൽ വെച്ച് ഏറ്റവും ചെറിയ കഥയാണ്. ആ കഥ എനിക്ക് തോന്നുന്നത് 4, 5, 6 വരികൾ മാത്രമുള്ള ഒരു കുഞ്ഞു കഥയാണ്. ആ കഥയുടെ പേര് കുറുക്കൻ എന്നാണ്. കുറുക്കൻ എന്നാണ് ആ കഥയുടെ പേര്. ആ കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കുറുക്കൻ അതിരാവിലെ നടക്കാൻ ഇറങ്ങി. കുറുക്കൻ അതിരാവിലെ നടക്കാൻ ഇറങ്ങി. അതിരാവിലെ നടക്കാൻ ഇറങ്ങിയ കുറുക്കൻ തൻ്റെ വലിയ നിഴൽ മുന്നിൽ കണ്ടു. പ്രഭാതത്തിൻ്റെ നിഴൽ നമുക്കറിയാമല്ലോ, വളരെ ദീർഘമായി, വളരെ വലിയ നിഴല. നമ്മളെക്കാളും മുമ്പേ ഓടുന്ന ഒരു വലിയ നിഴലാണ് പ്രഭാതത്തിൻ്റെ നിഴൽ. അത് മനുഷ്യ മനസ്സിൻ്റെ പ്രതീകമായിട്ടൊക്കെ സാഹിത്യ ലോകം വിശകലനം ചെയ്തിട്ടുണ്ട്. പ്രഭാതത്തിൽ ഇറങ്ങുന്ന മനുഷ്യൻ പ്രതീക്ഷകളുടെ വലിയ ഓട്ടത്തിലാണല്ലോ. അവനേക്കാൾ മുൻപേ സഞ്ചരിക്കുന്ന, അവനേക്കാൾ വലിയ പ്രതീക്ഷകൾ അവന് പ്രഭാതത്തിലുണ്ട് എന്നൊക്കെ സാഹിത്യ ലോകത്തിൽ ഇത് വിശകലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറുക്കനും അതേപടി അതിരാവിലെ നടക്കാൻ ഇറങ്ങിയതാണ്. തൻ്റെ വിശാലമായ നിഴൽ
മുന്നിൽ കണ്ടു. മുന്നിൽ കണ്ടപ്പോ കുറുക്കന് ഒരു ചിന്ത. കുറുക്കൻ പറഞ്ഞു, ഇന്ന് ഒരു കുതിരയെ തിന്നണം. അതിരാവിലെ നടക്കാനിറങ്ങിയ കുഞ്ഞ് കുറുക്കൻ തൻ്റെ നിഴൽ കണ്ടുകൊണ്ട്, തൻ്റെ നിഴലിൽ പ്രശംസിച്ചുകൊണ്ട്, തൻ്റെ നിഴലിൽ അഭിമാനിച്ചുകൊണ്ട് കുറുക്കൻ തീരുമാനിക്കുകയാണ് ഒരഹങ്കാര ഭാവത്തോടെ, ഇന്ന് ഒരു കുതിരയെ തിന്നണം. കുറുക്കൻ കുതിരയെ തിന്നാൻ വേണ്ടി ഉച്ചവരെ നടന്നു. ഉച്ചയായപ്പോഴേക്കും വിശന്ന് വലഞ്ഞ കുറുക്കൻ അറിയാതെ വീണ്ടും താഴേക്ക് നോക്കി. നട്ടുച്ചയായപ്പോ തൻ്റെ നിഴൽ വീണ്ടും കണ്ടു. എത്രയുണ്ട്? നട്ടുച്ചയിലെ നിഴൽ ഒരു കുഞ്ഞു നിഴലാണ്. ഒരു ചെറിയ നിഴൽ അവൻ ഉച്ചയ്ക്ക് കണ്ടു. തൻ്റെ ചെറിയ നിഴൽ നട്ടുച്ചയ്ക്ക് കണ്ടപ്പോ കുറുക്കൻ വീണ്ടും തീരുമാനിച്ചു, അയ്യോ കുതിരയെ വേണ്ട, അയ്യോ കുതിരയെ വേണ്ട, ഒരു എലിയെ കിട്ടിയാലും മതി. കഥ ഇവിടെ അവസാനിക്കുകയാണ്. 4, 5, 6 വരികളിലായി ഖലീൽ ജിബ്രാൻ കോറിയിടുന്ന അതിശക്തമായ ഒരു സന്ദേശം ഇവിടെ ഉണ്ട്. പ്രഭാതത്തിൽ തൻ്റെ വിശാലമായ നിഴൽ കണ്ടുകൊണ്ട് കുറുക്കൻ അഹങ്കാരത്തോടെ, അഭിമാനത്തോടെ, ആത്മപ്രശംസയോടെ കുതിരയ്ക്ക് പിന്നാലെ സഞ്ചരിക്കുകയാണ്. കടിഞ്ഞാണില്ലാത്ത കുതിര പോലെ തൻ്റെ മോഹങ്ങൾ ഓടുകയാണ്. പക്ഷേ ഉച്ചയായപ്പോ ഈ കുറുക്കന് ബോധ്യമാവുന്നു, അത് തൻ്റെ പ്രതിച്ഛായ മാത്രമായിരുന്നു, അത് തൻ്റേത് എന്ന് താൻ കരുതിയ നിഴൽ മാത്രമായിരുന്നു എന്ന് ഈ കുറുക്കന് ബോധ്യമാകുന്നു. അപ്പോ കുറുക്കൻ തൻ്റെ വ്യക്തിത്വത്തിലേക്ക് മടങ്ങി വരുന്നു. അവൻ തൻ്റെ ലളിതമായ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. ഖലീൽ ജിബ്രാൻ കഥ ഇവിടെ അവസാനിക്കുന്നെങ്കിലും ചിന്തകൾ ഇവിടെ ആരംഭിക്കുന്നതേ ഉള്ളൂ. സഹോദരങ്ങളെ, ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നാം പ്രതിച്ഛായകളിൽ പ്രശംസിക്കാറുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും നാം പ്രതിച്ഛായകളിൽ പ്രശംസിക്കാറുണ്ട്. ഇവിടെ പൗലോസ്ലീഹ തൻ്റെ കുടുംബ മഹിമയിലും തൻ്റെ കുലമഹിമയിലും തൻ്റെ പാണ്ഡിത്യത്തിലും പ്രശംസിച്ചതുപോലെ പ്രതിച്ഛായകളിലും നിഴലുകളിലും പലപ്പോഴും നാം പ്രശംസിച്ചേക്കാം. നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ നാം പ്രശംസിച്ചേക്കാം. പക്ഷേ പഠിച്ചുകൊള്ളണം സഹോദരങ്ങളെ, ഇത് നിഴൽ പോലെയാണ്. ഒരുപക്ഷെ സങ്കീർത്തനക്കാരൻ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാവും സങ്കീർത്തനക്കാരൻ എഴുതി വച്ചിരിക്കുന്നത് മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച്. അത് എത്രയേ ഉള്ളൂ, അത് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ എന്ന് സങ്കീർത്തനക്കാരൻ എഴുതുന്നത് ഈ പശ്ചാത്തലത്തിൽ ആയിരിക്കാം. സഹോദരങ്ങളെ, പ്രതീക്ഷകളുടെ 1000 പൂമുട്ടുകളുമായി പുതുവർഷത്തെ വരവേൽക്കുവാൻ ഒരുങ്ങുമ്പോൾ ശ്രദ്ധാപൂർവം പഠിച്ചുകൊള്ളുക, ഒന്നിലും പ്രശംസിക്കുവാൻ ഇടവരരുത്. തൻ്റേത് എന്ന് കരുതി കൊണ്ടു നടക്കുന്ന ഒരു നേട്ടത്തിലും, നമ്മുടേത് എന്ന് കരുതി കൊണ്ടു നടക്കുന്ന ഒരു പ്രതിച്ഛായയിലും പ്രശംസിക്കുവാൻ ഇടവരരുത്. മറിച്ച് ദൈവം നൽകിയ കൃപകളെ കുറിച്ചുള്ള ബോധ്യം മാത്രം നമ്മെ ഭരിക്കണം. പൗലോസ്ലീഹ തന്നെ കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതുന്ന മറ്റൊരു ചിന്ത ഇതിനോട് ചേർത്ത് വായിക്കാം. അദ്ദേഹം എഴുതുന്നുണ്ട്, അതുകൊണ്ട് താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, അതുകൊണ്ട് താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ. ആ വാക്യത്തിന്റെ ഭാഷാ പ്രയോഗം നന്നായി പഠിച്ചുകൊള്ളണം. പൗലോസ്ലീഹ എഴുതുന്നത് താൻ നിൽക്കുന്നവൻ എന്നല്ല, മറിച്ച് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ എന്നാണ്. ഇപ്പൊ നിൽക്കുക എന്നത് ഒരു കാര്യം, നിൽക്കുന്നു എന്ന തോന്നൽ മറ്റൊരു കാര്യം. പലപ്പോഴും അഹന്തയിലും അഹംഭാവങ്ങളിലും ഇരിക്കുന്ന മനുഷ്യനെ ഭരിക്കുന്നത് നിൽക്കുന്നു എന്ന സാഹചര്യമല്ല, മറിച്ച് നിൽക്കുന്നു എന്ന തോന്നലാണ്. സഹോദരങ്ങളെ, നിൽക്കുന്ന പ്രതിച്ഛായകളിൽ പ്രശംസിക്കുവാൻ നമുക്ക്
അവകാശം ഇല്ല. നിൽക്കുന്നു എന്ന തോന്നലിൽ പ്രശംസിക്കുവാൻ നമുക്ക് അവകാശമില്ല. ചരിത്രം ഇതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ലോകം ഇതിനോട് ഇടപെട്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ചരിത്രത്തെക്കുറിച്ച് തന്നെയുള്ള ആധ്യാത്മികമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ചരിത്രത്തെക്കുറിച്ചും ലോകത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ ആധ്യാത്മികമായ ഒരു വിശകലനമുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ഇടപെടലാണ്, ദൈവത്തിൻ്റെ കരമാണ്, ദൈവം മനുഷ്യനോട് ഇടപെടുന്നതാണ് ചരിത്രത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ചരിത്രം എന്നത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. മനുഷ്യൻ തിരിച്ചറിയുവാൻ വേണ്ടി, മനുഷ്യൻ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ദൈവികമായ ഇടപെടലുകളാണ് ചരിത്രത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ചിന്തകൾ കൃപയ്ക്ക് അപ്പുറത്ത് സ്വയത്തിൽ പ്രശംസിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവസാനിക്കുമെന്ന് ലോകചരിത്രത്തിൽ ആവർത്തിക്കപ്പെട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ വളരെ വേഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 1-2 ഉദാഹരണങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാം. ഏറ്റവും പ്രധാനവും നമുക്ക് പരിചയം ഉള്ളതും ആണല്ലോ ദ ടൈറ്റാനിക് എന്ന ലോകപ്രസിദ്ധമായ കപ്പൽ. ദ ടൈറ്റാനിക് എന്ന ലോകപ്രസിദ്ധമായ കപ്പൽ. ആ കപ്പലിൻ്റെ നിർമ്മാതാക്കൾ അവകാശപ്പെട്ട ഒരു ചിന്തയുണ്ട്. അവർ പറഞ്ഞത് ദ ഷിപ്പ് ദാറ്റ് നെവർ സിങ്സ് എന്നാണ്. ദ ടൈറ്റാനിക് എന്ന ഷിപ്പിന് ദ ടൈറ്റാനിക് എന്ന പേരിൻ്റെ കൂടെ ചേർത്ത ഒരു പ്രയോഗമായിരുന്നു ദ ഷിപ്പ് ദാറ്റ് നെവർ സിങ്സ്. ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്നാണ് അതിന് പേരിട്ടത്. സഹോദരങ്ങളെ, ലോകത്തിൽ ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന പ്രതിച്ഛായയോടെ, ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന ചിന്തയോടെ ജലത്തിൽ ഇറങ്ങിയ കപ്പലാണ് ആദ്യത്തെ യാത്രയിൽ, തൻ്റെ കന്നിയാത്രയിൽ വെള്ളത്തിൻ്റെ അഗാധതകളിലേക്ക്, സമുദ്രത്തിൻ്റെ അഗാധതകളിലേക്ക് മുങ്ങിപ്പോയത്. പ്രത്യാശയുടെ കൂമ്പാരങ്ങളുടെ ഒരു വലിയ പ്രതിസന്ധി ഇവിടെയുണ്ട്. മനുഷ്യന്റെ അഹന്തകളിലും മനുഷ്യന്റെ അഹങ്കാരങ്ങളിലുമുള്ള ഒരു വലിയ ചിന്ത ഇവിടെയുണ്ട്. ഒരിക്കലും മുങ്ങാത്ത കപ്പൽ ആദ്യ യാത്രയിൽ മുങ്ങി ഒഴുകുന്നു. സഹോദരങ്ങളെ, പഠിച്ചുകൊള്ളണം, തിരിച്ചറിഞ്ഞുകൊള്ളണം. മനുഷ്യന്റെ പ്രതിച്ഛായകൾ ഇത്രയേ ഉള്ളൂ. ഇത് മാത്രമല്ല, വ്യക്തിജീവിതങ്ങളിൽ എത്രയധികം സംഭവങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ജെയ്ഡ് ഗൂഡി എന്ന ഒരു വിശ്വസുന്ദരി 27-ാമത്തെ വയസ്സിൽ മാരകമായ രോഗം ബാധിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. 26 വയസ്സുള്ളപ്പോൾ ബിഗ് ബ്രദർ റിയാലിറ്റി ഷോയിലൂടെ ബ്രിട്ടീഷ് TV അവതാരകയായി പ്രത്യക്ഷപ്പെട്ട് വളരെ പ്രസിദ്ധയായി തീർന്ന സുന്ദരിയാണ്. 26-ാമത്തെ വയസ്സിൽ 27-ാമത്തെ വയസ്സിൽ മാരകമായ രോഗം ബാധിച്ച് ഈ പെൺകൊച്ച് ലോകത്തിൽ നിന്ന് വിട പറയുന്നു. പക്ഷേ അത് ആവർത്തിക്കപ്പെടുന്ന സംഭവമാണ്. പക്ഷേ ഈ പെൺകൊച്ച് ലോകത്തിന് നൽകുന്ന ശക്തമായ ഒരു സന്ദേശം ഉണ്ടായിരുന്നു. ഇവൾ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ജെയ്ഡ് ഗൂഡി എന്ന വിശ്വസുന്ദരി മാരകമായ ക്യാൻസർ രോഗത്തിന് എതിരെയുള്ള ബോധവൽക്കരണ പരിപാടികളും മറ്റും നടത്തി. അതിനുവേണ്ടി അവൾ ഒരു ആത്മകഥ എഴുതി. അവളുടെ തന്നെ ഒരു ജീവചരിത്രം എഴുതിയിരുന്നു. ആ ജീവചരിത്രത്തിന് ജെയ്ഡ് ഗൂഡി കൊടുത്ത ഒരു തലക്കെട്ട് ഉണ്ടായിരുന്നു. ജെയ്ഡ് ഗൂഡി എന്ന വിശ്വസുന്ദരി 26-ാമത്തെ വയസ്സിൽ രോഗം ബാധിച്ച് 27-ാമത്തെ വയസ്സിൽ മരിക്കുന്നതിന് മുൻപ് അവൾ തൻ്റെ ആത്മകഥയ്ക്ക് ഇട്ട പേര് ലോകത്തിൽ തന്നെ ശ്രദ്ധേയമായൊരു തലക്കെട്ടാണ്. അവൾ ഇട്ട പേര് ഇങ്ങനെയാണ്: ക്യാച്ച് എ ഫോളിംഗ് സ്റ്റാർ. ക്യാച്ച് എ ഫോളിംഗ് സ്റ്റാർ. വീണുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രത്തെ പിടിക്കാമോ
എന്നാണ് ചോദ്യം. തൻ്റെ ആത്മകഥയുടെ തലക്കെട്ടാണ് വീണുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രത്തെ പിടിക്കൂ, വീണുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രത്തെ പിടിക്കാമോ എന്ന ചിന്ത. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ പ്രശസ്തിയുടെ നെറുകയിൽ, സൗന്ദര്യത്തിൻ്റെ നെറുകയിലൊക്കെ വിരാജിച്ച അതിപ്രശസ്തയും അതിധനികയുമായ ഈ വിശ്വസുന്ദരി 27-ാമത്തെ വയസ്സിൽ തിരിച്ചറിയുകയാണ് താൻ ഒരു താരമല്ല, താനൊരു പ്രസിദ്ധമായ താരമല്ല, മറിച്ച് വീണുകൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ് എന്ന് തിരിച്ചറിയുകയാണ്. എ ഫോളിംഗ് സ്റ്റാർ. അറബി ഭാഷയിലെ മറ്റൊരു പ്രസിദ്ധനായ എഴുത്തുകാരനാണ് ജലാലുദ്ദീൻ റൂമി, മൗലാന ജലാലുദ്ദീൻ റൂമി. അദ്ദേഹത്തിൻ്റെ ഒരു കഥയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം ചോദിക്കുന്ന, അദ്ദേഹം അത്ഭുതപ്പെടുന്ന ഒരു ചിന്തയുണ്ട്. വല്ലപ്പോഴുമൊക്കെ മനസ്സിൽ താലോലിക്കുന്നത് നല്ലതാണ് ആ ചിന്ത. അദ്ദേഹം ചോദിക്കുകയാണ്, അല്ലയോ നക്ഷത്രങ്ങളെ, അല്ലയോ നക്ഷത്രങ്ങളെ, നിങ്ങൾ ഉയരത്തിൽ ആകാശത്തിൽ നിൽക്കുമ്പോൾ എന്തോരു ഭംഗി. അല്ലയോ നക്ഷത്രങ്ങളെ, നിങ്ങൾ ഉയരങ്ങളിൽ ശോഭയോടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോരു ഭംഗി. എന്നാൽ ഒരു സുദിനത്തിൽ നിങ്ങൾ ആകാശത്തിൻ്റെ മണ്ഡലങ്ങളിൽ നിന്ന് താഴേക്ക് വീണുപോയാൽ ശോഭയില്ല എന്ന് മാത്രമല്ല, മറിച്ച് ശോഭയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ കരിക്കട്ടയ്ക്ക് തുല്യമാകുന്നു. ആകാശമണ്ഡലങ്ങളിൽ വിരാജിക്കുമ്പോൾ നക്ഷത്രങ്ങളെ നിങ്ങൾക്ക് എന്തൊരു ശോഭ. ആകാശമണ്ഡലത്തിൻ്റെ പിടിയിൽ നിന്ന് നിങ്ങൾ താഴേക്ക് വീഴുമ്പോൾ ശോഭയില്ലെന്ന് മാത്രമല്ല, മറിച്ച് നിങ്ങൾ കൽക്കരിക്ക് സമാനമാവുന്നു. ഇത് നക്ഷത്രങ്ങളുടെ കഥ മാത്രമല്ല. ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദ് പറയുന്നത്, ആകാശം ദൈവമഹത്വത്തിൻ്റെ പ്രതീകം എന്നാണ്. ആകാശം ദൈവമഹത്വത്തിൻ്റെ പ്രതീകമെന്നാണ് ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദ് പറയുന്നത്. 19-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാ, ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അങ്ങനെയെങ്കിൽ ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ വീഴുന്നത് പോലെ ദൈവമഹത്വത്തിൽ നിന്ന് മനുഷ്യൻ വീണുപോയാൽ, ദൈവത്തിൻ്റെ പിടിയിൽ നിന്ന് മനുഷ്യൻ വീണുപോയാൽ, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് മനുഷ്യൻ വീണുപോയാൽ, ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്ന്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മനുഷ്യൻ വീണുപോയാൽ അവന് ശോഭയില്ല, അവന് സൗന്ദര്യമില്ല, അവന് ശക്തിയില്ല, മറിച്ച് അവൻ കൽക്കരിക്ക് സമാനമായി പോകും. സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ നീ ശോഭയോടെ ഇരിക്കുന്നു എങ്കിൽ, നിന്റെ ജീവിതത്തിൽ നീ സന്തോഷത്തോടെ ഇരിക്കുന്നുവെങ്കിൽ, നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ ആനന്ദത്തോടെ കഴിയുവാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ തിരിച്ചറിയണം, നിന്റെ തമ്പുരാൻ കൃപയിൽ നിന്നെ പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ദൈവമഹത്വത്തിൽ ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ജീവിക്കുവാൻ നിനക്ക് സൗഭാഗ്യം ലഭിക്കുന്നത് കൊണ്ടാണ്. സഹോദരങ്ങളെ, ഈ ആയുസ്സിൽ ശോഭയോടെ ഇരിക്കുവാൻ കഴിയുന്നത്. അത് സ്വന്തം പ്രശംസകൾക്ക് വകയില്ല, സ്വന്തം യോഗ്യതകൾക്ക് വകയില്ല, മറിച്ച് ദൈവം നൽകുന്ന കൃപകൾക്ക് മാത്രമാണ്. ഇവിടെയാണ് പൗലോസിൻ്റെ ശക്തമായ ചിന്ത നാം കാണുന്നത്. പൗലോസ് ശ്ലീഹ പറയുന്നത്, എങ്കിലും ഞാനായിരിക്കുന്നത് ദൈവ കൃപയാൽ ആകുന്നു എന്ന്. ഒരുപക്ഷെ 2012 ഒരു വിശകലനം വളരെ വിശാലമായി നടത്തിയാൽ അതിൽ കാണുന്ന
ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചിന്തയുണ്ട്. കാലങ്ങളായി ശാസ്ത്രലോകം അന്വേഷിച്ചു പോയ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് 2012 അടുത്തു വന്നു. കാലങ്ങളായി മനുഷ്യൻ അന്വേഷിച്ചു പോയ, ശാസ്ത്രലോകം അന്വേഷിച്ചു പോയ ഒരു സത്യം, അതിലേക്ക് മനുഷ്യൻ അടുത്തു വന്നു, ശാസ്ത്രജ്ഞന്മാർ അടുത്തു വന്നു. വളരെ പരിചയമുള്ള ചിന്തയാണത്. ദൈവ കണം എന്നാണ് ശാസ്ത്രലോകം അതിനെ വിളിച്ചത്. മിക്ക ആളുകൾക്കും പരിചയമുള്ള ഒരു ചിന്തയാണത് എന്ന് ഞാൻ കരുതുന്നു. എന്താണ് ദൈവകണം എന്നും ദൈവകണം കണ്ടുപിടിച്ചു എന്നും ഇതാ ദൈവകണം എന്നുമൊക്കെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ശാസ്ത്ര ലോകം പറയുന്നത് ഭൂമിയിൽ എല്ലാറ്റിനും ഭാരം നൽകുന്ന, ഞാൻ വളരെ ലളിതമായാണ് ഇത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഭൂമിയിൽ എല്ലാറ്റിനും ഭാരം നൽകുന്ന, ഭൂമിയിൽ എല്ലാറ്റിനും ഗുണം നൽകുന്ന, ഭൂമിയിൽ എല്ലാറ്റിനും സവിശേഷത നൽകുന്ന ഒരു അദൃശ്യമായ കണം എല്ലായിടങ്ങളിലുമുണ്ട്. പക്ഷെ അതിനെ കണ്ടുപിടിക്കാനാവുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ഹിഗ്സ് ബോസോൺ അഥവാ ദൈവ കണം, ഗോഡ്സ് പാർട്ടിക്കിൾ എന്നൊക്കെ വിളിച്ചത്. കണ്ടുപിടിക്കാൻ എല്ലാറ്റിലുമുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റുന്നുമില്ല. ഒരുപക്ഷെ മലയാളത്തിൽ അത് വളരെ പണ്ട് മുതൽ നമ്മൾ പറയുന്നതാ. തൂണിലുമുണ്ട്, തുരുമ്പിലുമുണ്ട് എന്ന് വളരെ കാലം മുൻപേ നമ്മൾ പറയുന്നത് തന്നെയാണ് ഇത്. തൂണിലുമുണ്ട്, തുരുമ്പിലുമുണ്ട്, എല്ലാറ്റിലുമുണ്ട്. എല്ലാറ്റിൻ്റെയും അസ്തിത്വത്തിൻ്റെ, നിലനിൽപ്പിൻ്റെ അടിസ്ഥാനപരമായ ഘടകമാണ് ദൈവകണം എന്നത്. സമീപകാലത്താണ് അതിനെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചത്. ജനീവയിലെ സേൺ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ പരീക്ഷണശാലയിൽ അവർ അത് കണ്ടുപിടിക്കുവാനുള്ള തീവ്ര ശ്രമം, അതിനോട് ഏറ്റവും അടുത്തു വന്നു. പക്ഷെ പൂർണ്ണമായി അതിനെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം പൂർണ്ണമായി അതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അതാണ് ദൈവം, അതാണ് ദൈവികത. അതാണ് ദൈവം, അതാണ് ദൈവികത എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായി ആ രഹസ്യത്തെ അനാവരണം ചെയ്യുവാൻ മനുഷ്യന് കഴിയില്ല. ഞാൻ ശാസ്ത്രം പറയാൻ വേണ്ടിയല്ല ഇത് സൂചിപ്പിച്ചത്. 2012 ശാസ്ത്രലോകം ദൈവകണം അന്വേഷിച്ചു പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും നമ്മുടെ സമൂഹ ജീവിതങ്ങളിലും നമ്മുടെ ആധ്യാത്മിക മേഖലകളിലും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരന്വേഷണമാണിത്. ഇതൊരു വൈരുദ്ധ്യമാണ്. ആധ്യാത്മിക മണ്ഡലങ്ങളിൽ നടക്കേണ്ടുന്ന ദൈവാന്വേഷണം, ആത്മീയ ജീവിതത്തിൽ, ആരാധനാ ജീവിതത്തിൽ നിർവഹിക്കപ്പെടേണ്ടുന്ന ഒരു ദൈവ അന്വേഷണം. ഈ ദൈവാന്വേഷണം പലപ്പോഴും വ്യക്തി ജീവിതങ്ങളിൽ നമ്മൾ പരാജയപ്പെടുന്നു. നമ്മൾ പരാജയപ്പെടുന്നിടത്ത് ശാസ്ത്രലോകം വിജയിക്കുകയാണ്. സാധാരണ മനുഷ്യൻ അന്വേഷിക്കേണ്ടുന്ന ദൈവാംശങ്ങളിലേക്ക് ഇന്ന് ശാസ്ത്രലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം ഒരിടത്തും പരാജയപ്പെടില്ല എന്നതിൻ്റെ തെളിവാണിത്. സഹോദരങ്ങളെ, പഠിക്കണം. ജീവിത സാഹചര്യങ്ങളിൽ ദൈവാംശങ്ങളെ അന്വേഷിക്കുവാൻ പരാജയപ്പെടരുത്. ശാസ്ത്രലോകം അന്വേഷിക്കുന്ന ദൈവാംശങ്ങളെ വ്യക്തി ജീവിതങ്ങളിൽ തിരിച്ചറിയാൻ കഴിയണം. ഈ പുതുവർഷം, ഈ പുതിയ ജീവിത അനുഭവങ്ങൾ ദൈവാന്വേഷണത്തിലേക്കുള്ള ഒരു തീർത്ഥാടനമാവട്ടെ, അതിനുവേണ്ടിയുള്ള ഒരു പുനരർപ്പണമാവട്ടെ. ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെന്ന് നഷ്ടപ്പെട്ടു പോയ ദൈവാംശങ്ങളെ, കണ്ടുപിടിക്കാനാവാതിരിക്കുന്ന ദൈവിക അംശങ്ങളെ, പുകമൂടിയിരിക്കുന്ന ദൈവിക ചിന്തകളെ, നന്മയുടെ നല്ല അംശങ്ങളെ തിരിച്ചറിയുവാനുള്ള പുനഃസമർപ്പണത്തിനുള്ള വേദിയായി പുതുവർഷം പരിണമിക്കട്ടെ. അവിടെയാണ് പൗലോസിൻ്റെ ചിന്തയുടെ സാങ്കത്യം ഇരിക്കുന്നത്. പൗലോസ് പറയുന്നത്, ഞാനാകുന്നത് ദൈവ കൃപയാൽ ആകുന്നു എന്ന ചിന്തയാണ്. സഹോദരങ്ങളെ, നിശബ്ദമായി ധ്യാനാത്മകമായി ഈ ചിന്തകളെ
നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. പൗലോസ്ലീഹ തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഓർമ്മിക്കുകയാണ്. ദമസ്കോസിൻ്റെ പടിവാതിലിൽ തനിക്ക് ലഭിക്കുന്ന അഭൗമികമായ ദൈവദർശനം അത് തൻ്റെ യോഗ്യത കൊണ്ട് തനിക്ക് ലഭിച്ചതല്ല, മറിച്ച് അർഹതയില്ലാതിരിക്കെ ക്രിസ്തുവിന് എതിരെ നിന്നിട്ടും ലഭിച്ച ദൈവ നന്മയാണ്. വ്യക്തിപരമായ ജീവിതങ്ങളെ നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ലഭിച്ച ദൈവകൃപകളിൽ ഏതെങ്കിലും ഒരെണ്ണം അർഹതയുടെ അംഗീകാരമാണോ? അല്ല. ഒരു നന്മ പോലും, ഒരു നൽവരം പോലും യോഗ്യതയുടെ അംഗീകാരങ്ങൾ അല്ല, അർഹതയുടെ അംഗീകാരങ്ങളല്ല, മറിച്ച് ദൈവത്തിനെതിരായി നിന്നിട്ടും തമ്പുരാന് എതിരെ സംസാരിച്ചിട്ടും തമ്പുരാൻ കരുണയോടെ നൽകിയ കൃപയാണ്. ഈ കൃപയ്ക്ക് മുൻപിൽ സാഷ്ടാംഗം നമസ്കരിക്കാം. ഞാനായിരിക്കുന്ന അവസ്ഥകളിൽ തമ്പുരാൻ നടത്തിയ കൃപകളെ നമുക്ക് അനുസ്മരിക്കാം. എൻ്റെ കണ്ണുകളിൽ നിന്ന് വീഴേണ്ടുന്ന കണ്ണുനീർ നിരാശയുടെ കണ്ണുനീർ അല്ല, മറിച്ച് പ്രത്യാശയുടെ കണ്ണുനീരാണ്. അർഹതയില്ലാത്ത നന്മകൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടുന്ന കണ്ണുനീരാണത്. അതാണ് കൃപയുടെ കണ്ണുനീർ. എൻ്റെ ആരാധനകളിൽ ഞാൻ നിരാശനല്ല. നിരാശ നിരീശത്വമാണ് എന്ന് പഠിപ്പിക്കുന്ന സഭയാ നമ്മുടേത്. നിരാശ നിരീശത്വമാണ്. ദൈവബോധമുണ്ടെങ്കിൽ ജീവിതത്തിൽ നിരാശകളില്ല, മറിച്ച് പ്രത്യാശയുടെ പൊൻതുറമുഖത്തെ കടുപ്പിക്കുന്ന ദൈവം, അവനാണ് കൃപയുടെ ദൈവം. ഈ കൃപയുടെ ദൈവത്തിൻ്റെ സാമീപ്യത്തിൽ നമുക്ക് ഈ സന്ധിയിൽ ആയിരിക്കാം. പൗലോസ്ലീഹ തുടർന്ന് പറയുന്നത്, ഈ കൃപയാണ് താൻ എന്ന തിരിച്ചറിവിൽ നിന്ന് പൗലോസ്ലീഹ ഒരു പടി കൂടെ മുൻപോട്ട് സഞ്ചരിക്കുകയാണ്. കൃപയാണ് താൻ എന്ന തിരിച്ചറിവിൽ നിന്ന് ഒരു പടി കൂടെ അദ്ദേഹം മുൻപോട്ട് സഞ്ചരിക്കുകയാണ്. അങ്ങനെ മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ വാക്യത്തിൽ തന്നെ, 1 കൊരിന്ത്യർ 15:10 തന്നെ അദ്ദേഹം പറയുകയാണ്, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. തൊട്ടടുത്ത് പറയുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതും ഇല്ല. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതും ഇല്ല. ഒരുപക്ഷെ പുതുവർഷത്തിൻ്റെ ചിന്തകളിൽ നമ്മെ ഏറെ അസ്വസ്ഥമാക്കേണ്ടുന്ന ഒരു വേദ ചിന്തയാണിത് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ വാക്യം എൻ്റെ ശ്രദ്ധയിൽ പെട്ട ദിവസങ്ങളിൽ, കുറേ ദിവസങ്ങളിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. കുറേ ദിവസങ്ങളിൽ. കാരണം അത്രയ്ക്ക് തീക്ഷ്ണമായ ശക്തമായ ഒരു അസ്വസ്ഥതയുടെ ചിന്തയാണ് ഈ വേദഭാഗത്ത് ഉള്ളത്. പൗലോസ്ലീഹ ആത്മാഭിമാനത്തോടെ പറയുകയാണ്, ലഭിച്ച കൃപകളിൽ ഒന്നുപോലും വ്യർത്ഥമായി പോയില്ല എന്ന്. ഒരുപക്ഷെ സഹോദരങ്ങളെ, നമ്മൾ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യണം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നൽകിയ കൃപകളിൽ എത്രയധികം കൃപകളെയാ അറിഞ്ഞോ അറിയാതെയോ നാം വ്യർത്ഥമാക്കി കളഞ്ഞത്. ലഭിച്ച കൃപകളിൽ എത്രയധികം കൃപകളെയാ അറിഞ്ഞോ അറിയാതെയോ വ്യർത്ഥമാക്കി കളഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, നാം ദൈവകൃപയാണ് എന്ന തിരിച്ചറിവ് നമ്മെ നയിക്കുന്നത് സമർപ്പണത്തിലേക്കാണ്. എങ്കിൽ ആ സമർപ്പണത്തിൽ നിന്നുണ്ടാകേണ്ടുന്നത് ഒരു അനുതാപമാണ്, ഒരു പശ്ചാത്താപമാണ്. ആ പശ്ചാത്താപത്തിൻ്റെ ചിന്തയാണിത്. ദൈവമേ, അങ്ങ് നൽകിയ കൃപകളിൽ
എത്രയെങ്കിലും ഞാൻ അറിഞ്ഞോ അറിയാതെയോ വ്യർത്ഥമാക്കി കളഞ്ഞു. പൗലോസ്ലീഹ പറയുന്നത്, ഗോഡ്സ് ഫേവർ ടു മീ വാസ് നോട്ട് ഇൻ വെയിൻ എന്നാണ്. എനിക്ക് ദൈവകൃപ ലഭിച്ചത് വൃഥാവായി പോയിട്ടില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. പക്ഷെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ലഭിച്ച നന്മകളിൽ എത്രയധികം നന്മകളെ വ്യർത്ഥമാക്കി കളഞ്ഞവരാ നമ്മൾ. ഓരോ ജീവിത സാഹചര്യങ്ങളെയും വിശകലനം ചെയ്തോളൂ. ഈ ശുശ്രൂഷയുടെ തന്നെ ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, സന്തോഷമുള്ള മാസങ്ങളെയും ആനന്ദമുള്ള സംവത്സരങ്ങളെയും ദൈവം നമുക്ക് നൽകുന്നത് എന്തിനാ? അവൻ്റെ കൃപയെ സ്തോത്രം ചെയ്യുവാനാ. ദൈവകൃപയെ സ്തോത്രം ചെയ്യുവാനായി എൻ്റെ ആയുസ് നീട്ടിത്തന്നിട്ടുണ്ടെങ്കിൽ, കൃപയെ സ്തോത്രം ചെയ്യാതെ സ്വന്തം ജീവിതത്തിൽ പ്രശംസിച്ച് ഞാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവകൃപയുടെ വൃഥാവാക്കലാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം കൂടെ, ഒരു ദിവസം കൂടെ ജീവിക്കുവാൻ ദൈവം അവസരം തന്നിട്ട് നന്മ തിരിച്ചറിയാതെ ഞാൻ ജീവിക്കുന്നെങ്കിൽ അത് കൃപയുടെ വ്യർത്ഥമാക്കലാണ്. എനിക്ക് തമ്പുരാൻ ആരോഗ്യം തന്നിട്ടുണ്ട്, അതൊരു ദൈവകൃപയാണ്. എനിക്ക് തമ്പുരാൻ തന്നിരിക്കുന്ന ആരോഗ്യത്തെ തിന്മയ്ക്ക് കാരണമായി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവകൃപയുടെ വ്യർത്ഥമാക്കലാണ്. ജീവിത സാഹചര്യങ്ങളിൽ ദൈവം നൽകുന്ന ഉയർച്ചകൾ, അത് എൻ്റെ വിദ്യാഭ്യാസത്തിലാവട്ടെ, എൻ്റെ ഉദ്യോഗത്തിലാവട്ടെ, എൻ്റെ വരുമാനത്തിലാവട്ടെ, എൻ്റെ ആദായത്തിലാവട്ടെ, എൻ്റെ പ്രശസ്തിയിലാവട്ടെ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഏതിലുമാവട്ടെ, എവിടെയെങ്കിലും ലഭിച്ചിട്ടുള്ള ഉയർച്ചകൾ ദൈവ കൃപയ്ക്ക് വിരുദ്ധമായി, ദൈവത്തിന് വിരുദ്ധമായി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവകൃപയുടെ വ്യർത്ഥമാക്കലാണ്. ദൈവം നൽകിയിട്ടുള്ള ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും വ്യർത്ഥമാക്കുന്ന പുതിയ തലമുറയുടെ ദുരന്തങ്ങളാണ് 2012 അവസാനിക്കുമ്പോൾ ലോകത്തെ തന്നെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മാത്രമല്ല വിലപിക്കുന്നത്. ഇന്ത്യയിലെ ചെറുപ്പക്കാർ അപാരം ബുദ്ധികൂർമ്മത ഉള്ളവരാണ് എന്ന് ലോകം സാക്ഷിക്കുന്നു. ചൈനയിലെ ആളുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധി ഉള്ളത് ഇന്ത്യയിലെ ജനങ്ങളാണ് എന്ന് ലോകം സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് ദൈവം നൽകുന്ന കൃപയുടെ ഒരു പ്രതിഫലനമാണ് എങ്കിൽ അതിന് മറുഭാഗത്ത് ദൈവത്തിന് നൽകേണ്ടുന്നത് ഇത്തരം ക്രൂരതകളല്ല, ഇത്തരം തിന്മകളല്ല. വിദ്യാർത്ഥി സമൂഹം ജീവിക്കുന്ന സാഹചര്യങ്ങൾ വിശകലനം ചെയ്യേണ്ടതില്ലല്ലോ. അപാരം ബുദ്ധിയും അപാരം സാങ്കേതിക പരിജ്ഞാനവുമുള്ള ഒരു തലമുറയാണ് ഇന്നിൻ്റേത്. പക്ഷെ എവിടെ ലഭിച്ചിരിക്കുന്ന ബുദ്ധിയും ലഭിച്ചിരിക്കുന്ന സാങ്കേതിക പരിജ്ഞാനവും മുഴുവൻ തിന്മയുടെ കൂട്ടുകാരാകുവാൻ ഉപയോഗിക്കുകയാണ്. പണ്ട് ആളുകൾ പറഞ്ഞിരുന്നത് അലസന്മാരുടെ മനസ്സ് ചെകുത്താന്റെ താവളമാണ് എന്നാ, ചെകുത്താന്റെ പണിപ്പുരയാണ് എന്നാ പറഞ്ഞിരുന്നത്. ഡെവിൾസ്
വർക്ക്ഷോപ്പ് എന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് അലസന്മാരുടെ മനസ്സിനെ കുറിച്ചല്ല അത് പറയുന്നത്. ബുദ്ധിമാന്മാരുടെ മനസ്സുകളെല്ലാം ഇന്ന് ചെകുത്താന്മാരുടെ പണിശാലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൃപയുടെ വ്യർത്ഥമാക്കലുകളാണ്. കൃപയുടെ വ്യർത്ഥമാക്കലുകളാണിത്. ഭാരതത്തിലെ സൗന്ദര്യ റാണികൾക്ക് എന്ത് പറ്റുന്നു? കൃപയുടെ വ്യർത്ഥമാക്കലുകളാണ്. ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ മദ്യപന്മാരുടെ എണ്ണം എല്ലാ കാലത്തേതിലും അധികമായി കൊണ്ടിരിക്കുകയാണ്. നാളെ കഴിഞ്ഞ് ഈ ആഴ്ച നമുക്കറിയാം ഈ പുതുവത്സരത്തിൻ്റെ ചിന്തകളെ കുറിച്ച്. ദൈവം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ നന്മയാണ് ബുദ്ധി, ബോധം. ബോധം ബോധം എന്നാണ് ഇതിനെ പറയുക. ബോധം എന്നതിന് സാധാരണ ഉപയോഗിക്കുന്ന സംസ്കൃത പദങ്ങളിൽ ഒന്ന് ബ്രഹ്മം എന്നാണ്. ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അപ്പോൾ ബോധം ബ്രഹ്മമാണെങ്കിൽ ബോധം ദൈവമാണ്. ദൈവമായിരിക്കുന്ന ബോധത്തെയാണ് മദ്യം ഉപയോഗിച്ച് മയക്കുന്നത്. ദൈവപ്രകാശമാകുന്ന ബോധത്തെയാണ് മദ്യം ഉപയോഗിച്ച് മയക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ പരിജ്ഞാനം, മനുഷ്യന്റെ അറിവ് ദൈവം നൽകുന്ന വലിയ ഒരു പ്രകാശമാണ്, ആത്മപ്രകാശമാണ്. അതിനെയാണ് മനുഷ്യൻ മയക്കുന്നത്. കൃപയുടെ വ്യർത്ഥമാക്കലാണ്. കൃപയുടെ വ്യർത്ഥമാക്കലാണ്. കൃപയുടെ ഏറ്റവും വലിയ നിദാനമാണ് കുടുംബ ജീവിതം. കൃപയുടെ ഏറ്റവും വലിയ പ്രതീകമാണ്. വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ കുടുംബം, ദൈവരാജ്യത്തിൻ്റെ പ്രതീകമായി കുടുംബം സൃഷ്ടിക്കുകയാണ്. എന്തുപറ്റി നമ്മുടെ കുടുംബങ്ങൾക്ക്? മനുഷ്യ പ്രയത്നങ്ങൾ കൊണ്ട് മാത്രം കുടുംബങ്ങൾ സൃഷ്ടിക്കാം എന്ന് കരുതുന്നിടത്ത് കുടുംബങ്ങൾ തകരുകയല്ലേ? മനുഷ്യന്റെ ബുദ്ധികൾ കൊണ്ട് മാത്രം കുടുംബങ്ങൾ സൃഷ്ടിക്കാം എന്ന് കരുതുന്നിടത്ത് അവനവൻ വിചാരിക്കുന്ന നിലയിൽ കുടുംബങ്ങളെ ക്രമപ്പെടുത്താം എന്ന് കരുതുന്നിടത്ത് കുടുംബങ്ങൾ തകരുകയല്ലേ? കൃപകളുടെ വ്യർത്ഥമാക്കലാണ്. കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകൾ നടക്കുന്നത്, വിവാഹമോചനങ്ങൾ നടക്കുന്നത് വിവാഹം കഴിഞ്ഞ് 1 വർഷം പൂർത്തിയാകുന്നതിന് മുൻപാണ്. വിവാഹം കഴിഞ്ഞ് 1 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പാണ്. പരിശുദ്ധ സ്ലീബായുടെയും പരിശുദ്ധ ബലിപീഠത്തിൻ്റെയും പരിശുദ്ധ എവൻഗേലിയോന്റെയും മധ്യസ്ഥതയിൽ, പശ്ചാത്തലത്തിൽ, സാക്ഷ്യത്തിലെടുക്കുന്ന കൃപയുടെ ഉടമ്പടി, കൃപയുടെ കൂദാശയെ, കൗദാശിക ജീവിതത്തെ വ്യർത്ഥമാക്കി കളയുന്നത്, ഇഴപിരിച്ചു കളയുന്നത് 1 വർഷം പോലും എത്തുന്നതിന് മുൻപാണ്. കൂദാശയിൽ വീശുന്ന സുഗന്ധധൂപത്തിൻ്റെ സൗരഭ്യം അടങ്ങുന്നതിന് മുമ്പ് ഇഴപിരിയുന്ന ബന്ധങ്ങളുടെ കാലമാണ്. ഇത് കൃപയുടെ വ്യർത്ഥമാകലല്ലേ? ഒരുപാട് വിശാലമായി പോകണ്ട, നമുക്ക് നമ്മിലേക്ക് തിരിയാം. നമുക്ക് നമ്മിലേക്ക് തിരിയാം. തിരിച്ചറിഞ്ഞുകൊള്ളൂ, കടന്നു വന്ന പാതകളിൽ ദൈവകൃപയെ വ്യർത്ഥമാക്കിയ നിമിഷങ്ങൾ. അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ദൈവമേ, ഇത്രകാലത്തെ ജീവിതത്തിനിടയിൽ ഞാൻ തിരിച്ചറിയാതെ പോയ ദൈവകൃപകൾ എത്രയാ! അങ്ങ് നൽകിയ കൃപകളെ തിരിച്ചറിയാതെ പോയല്ലോ. ഒരുപക്ഷെ ഇത് ഈ ഒരു ചിന്തയിൽ നിന്നായിരിക്കും
പഴയകാല പാട്ടുകാരൊക്കെ എഴുതി വച്ചിട്ടുള്ളത്, ജീവിതം ഇന്നും ശരിയായിട്ടില്ലയോ, ജീവിതം ഇന്നും ശരിയായിട്ടില്ല, ഇന്നും കൃപകളെ വ്യർത്ഥമാക്കിക്കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങ് നൽകിയിരിക്കുന്ന കൃപകളിൽ ഒന്നുപോലും, ദൈവമേ, അങ്ങ് നൽകിയിരിക്കുന്ന കൃപകളിൽ ഒന്നുപോലും അങ്ങയുടെ ബന്ധത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുന്നതാവരുതേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നൽകുന്ന കൃപകളിൽ ഒന്നുപോലും ദൈവബന്ധത്തിൽ നിന്ന് നമ്മെ മാറ്റുന്നതായി പരിണമിക്കരുത്. കൂടുതൽ അടുത്തു വരുവാനുള്ള മുഖാന്തിരങ്ങളാവട്ടെ. ലഭിക്കുന്ന കൃപകൾ ദൈവബോധത്തിൽ നിന്ന് നമ്മെ അന്യം നിർത്തുന്നുവെങ്കിൽ അത് കൃപയുടെ വ്യർത്ഥമാകല, അത് കൃപയുടെ വ്യർത്ഥമാകല. ദൈവം നൽകുന്ന നന്മകളെ വ്യർത്ഥമാക്കി കളയുവാനല്ല, മറിച്ച് ദൈവം നൽകുന്ന കൃപകളെ ജ്വലിപ്പിക്കുവാനാണ് പൗലോസ്ലീഹ തന്നെ തിമോഥെയോസിനോട് ആവശ്യപ്പെടുന്നുണ്ട്. 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ, എൻ്റെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീകമായ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം എന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ തിമോഥെയോസിനെ നിർബന്ധിക്കുന്നത്. കൃപകൾ നശിപ്പിച്ചു കളയാനുള്ളതല്ല, കൃപകൾ ജ്വലിപ്പിക്കുവാനുള്ളതാണ്. എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥി സഹോദരങ്ങൾ പഠിക്കണം. അവർ തിരിച്ചറിയണം, ദൈവം നൽകുന്ന കൃപകളും നന്മകളും അനുഗ്രഹങ്ങളും, അത് വിജ്ഞാനമാവട്ടെ, വിവേകമാവട്ടെ, വിദ്യാഭ്യാസമാവട്ടെ, സൗന്ദര്യമാവട്ടെ, ആരോഗ്യമാവട്ടെ, ബുദ്ധിയാകട്ടെ, പരിജ്ഞാനമാവട്ടെ, ദൈവം നൽകുന്ന കൃപകളിൽ ഒന്നുപോലും വ്യർത്ഥമാക്കി കളയുവാൻ ഇടവരരുത്. പുതിയ വർഷം നമുക്ക് നൽകുന്ന ഒരു നിർബന്ധം ഇതാവട്ടെ, ദൈവമേ, അങ്ങ് നൽകുന്ന കൃപകൾ കൊണ്ട് വ്യർത്ഥമായി ജീവിക്കാതെ അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. സഭയുടെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത് അതാണല്ലോ. നിന്റെ കൃപകളെ സ്തോത്രം ചെയ്യുവാനായി, നിന്റെ കൃപകളെ മഹത്വപ്പെടുത്തുവാനായി, അങ്ങയുടെ ദാനങ്ങളെ സ്വീകരിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാനായി സന്തോഷമുള്ള മാസങ്ങളെയും ഐശ്വര്യമുള്ള സംവത്സരങ്ങളെയും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ കൃപകളെ വ്യർത്ഥമാക്കി കളയാതെ ജീവിക്കുവാനുള്ള വിവേകം പുതുവർഷത്തിൽ തമ്പുരാൻ നമുക്ക് നൽകട്ടെ. പൗലോസ്ലീഹ അഭിമാനിക്കുന്നതും ആനന്ദിക്കുന്നതും അതിലാണ്. ദൈവമേ, കൃപകളെ വ്യർത്ഥമാക്കി കളയുവാൻ അങ്ങ് അനുവദിക്കരുതേ. 3-4 ചിന്തകൾ വളരെ വേഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്ന്, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാൽ ആകുന്നു എന്ന ചിന്ത. 2-ാമത്തേത്, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല എന്ന ചിന്ത. 3-ാമത്, പൗലോസ്ലീഹ ഇതിനോട് ചേർന്ന് നൽകുന്ന ഒരു സന്ദേശം, അത് സന്ദേശമൊന്നുമല്ല, ഇറ്റ് ഈസ് എ ചലഞ്ച്. അത് ഒരു 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 ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്. എനിക്ക് തോന്നുന്നു പുതുവർഷത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പോയാൽ അത് ഒരു വലിയ നന്മയായി പരിണമിക്കും എന്നെനിക്ക് തോന്നുന്നു. പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ ദൈവകൃപയാണ്, എന്നോടുള്ള അവൻ്റെ കൃപ ഞാൻ വ്യർത്ഥമാക്കിയതില്ല. പകരം ഞാൻ എന്താ ചെയ്തെന്നറിയാമോ? ഞാൻ എന്താ ചെയ്തത്? അവരെല്ലാവരെക്കാളും അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. അവരെല്ലാവരെക്കാളും അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞത് ചലഞ്ച് എന്ന് പറഞ്ഞത്. ആധ്യാത്മിക ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ പൗലോസ്ലീഹ നമുക്ക് ഒരു ചലഞ്ച് നൽകുകയാണ്,
വെല്ലുവിളി നൽകുകയാണ്. എന്ത് വെല്ലുവിളിയാ നൽകുന്നത്? ലഭിച്ച ദൈവകൃപ കൊണ്ട്, ലഭിച്ച ദൈവകൃപ കൊണ്ട് അവരെക്കാൾ, മറ്റുള്ളവരെക്കാൾ അധികം അധ്വാനിക്കുവാനുള്ള വെല്ലുവിളി. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൗലോസ്ലീഹായുടെ ഭാഷ്യത്തിൽ ദൈവകൃപ എന്തിനുള്ളതാ? ദൈവകൃപ എന്തിനുള്ളതാ? ദൈവസന്നിധിയിൽ അത്യന്തം അധ്വാനിക്കുവാൻ ഉള്ളതാ, അധികം അധ്വാനിക്കുവാനുള്ളതാ. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ ആത്മീയതയുമായി, നമ്മുടെ സഭയുടെ സ്പിരിച്വാലിറ്റിയുമായി വളരെ ബന്ധപ്പെട്ട ഒരു ചിന്തയാണിത് എന്നെനിക്ക് തോന്നുന്നു. പൗലോസ്ലീഹ പറയുന്നത്, എനിക്ക് ലഭിച്ച ദൈവകൃപ കൊണ്ട് ഞാൻ ഇനി സ്വസ്ഥനായിരിക്കുമെന്നല്ല, മറിച്ച് ഇനി ഞാൻ അത്യന്തം അധ്വാനിക്കും, അധികം അധ്വാനിച്ചിരിക്കുന്നു എന്നാണ്. ഇത് മനസ്സിലാക്കാൻ യേശുതമ്പുരാന്റെ തന്നെ ഒരു ചിന്ത ഉദാഹരണമായി സൂചിപ്പിച്ചാൽ മതി. ഗിരിപ്രഭാഷണത്തിൽ യേശുതമ്പുരാൻ പറയുന്ന ഒരു ചിന്തയുണ്ട്. യേശുതമ്പുരാൻ പറയുന്നത് വളരെ ആലങ്കാരികമായിട്ടാണ്. ഒരുവൻ നിന്നോട് ഒരു നാഴിക ദൂരം സഞ്ചരിക്കാൻ ആവശ്യപ്പെട്ടാൽ, ബാക്കി പറ, 2 നാഴിക അവനോടൊപ്പം പോവുക എന്നാണ്, അല്ലേ? ഒരുവൻ നിന്നോട് ഒരു നാഴിക ദൂരം ഒരു നാഴിക സഞ്ചരിക്കാൻ ആവശ്യപ്പെട്ടാൽ, സഞ്ചരിക്കാൻ നിർബന്ധിച്ചാൽ, ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോവുക. ഇതാണ് അവിടെ യേശുതമ്പുരാൻ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ സൂചിപ്പിക്കുന്നത്. ഇതൊന്ന് പഠിക്കേണ്ടുന്ന ഒരു ചിന്തയാണ്. ഒരു നാഴിക സഞ്ചരിക്കാൻ വേണ്ടി, ഒരു നാഴിക എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടി ഒരു മൈൽ എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. 1 മൈൽ സഞ്ചരിക്കാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ നീ 2 മൈൽ സഞ്ചരിക്കണമെന്ന യേശുതമ്പുരാൻ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത്. എന്തിനത്? വളരെ സിമ്പിളായി ഞാൻ പറയാം. 1 നാഴിക, 1 മൈൽ സഞ്ചരിക്കാനാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് എങ്കിൽ അതിനേക്കാൾ 1 മൈൽ കൂടെ അധികം നീ സഞ്ചരിക്കണം. ഇത് ആത്മീയതയിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 2012 സിമ്പിളായി സൂചിപ്പിക്കട്ടെ, 2012 എല്ലാ ദിവസങ്ങളിലും 2 പ്രാവശ്യം അരമണിക്കൂർ വീതം പ്രാർത്ഥിച്ചു എന്നിരിക്കട്ടെ. 2012 എല്ലാ ദിവസങ്ങളിലും അരമണിക്കൂർ വീതം പ്രാർത്ഥിച്ചു എന്നിരിക്കട്ടെ. 2 നേരങ്ങളിലായി. 2013 ആവുമ്പോൾ പ്രാർത്ഥന കൂട്ടണോ കുറയ്ക്കണോ? പൗലോസ്ലീഹ പറയുന്നതനുസരിച്ച് കൃപ അധികം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്യന്തം അധ്വാനിക്കണം, അധികം അധ്വാനിക്കണം. എനിക്കൊന്നും ഇനിയിപ്പോൾ ആരും പോകത്തില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 31 രാത്രി 9:30 വരെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചുള്ളൂ എങ്കിൽ ഈ വർഷം ലഭിച്ചിരിക്കുന്ന നന്മയുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അരമണിക്കൂർ കൂടെ എങ്കിലും അധികം ഇരിക്കേണ്ടി വരും. ദിസ് ഈസ് ദ ചാലഞ്ച് ഇൻ സ്പിരിച്വാലിറ്റി. ഇതാണ് ആത്മീയതയിലുള്ള ചലഞ്ച് എന്ന് പറയുന്നത്. ഇതാണ് പൗലോസ്ലീഹ നൽകുന്ന ആധ്യാത്മിക ജീവിതത്തിന്റെ വെല്ലുവിളി. ഇതുവരെ
അധ്വാനിച്ചതിൽ സംതൃപ്തിപ്പെടാനല്ല, മറിച്ച് ഇതിനേക്കാൾ അധികം സഞ്ചരിക്കുവാനുള്ള, അധികം ചെയ്യുവാനുള്ള ഒരു വലിയ നിയോഗത്തിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മെ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരെയും ഭയപ്പെടുത്താനാണ് എന്ന് വിചാരിക്കരുത്. 2012 2013 ഒരു ജീവിതം ദൈവം നൽകുന്നെങ്കിൽ സഹോദരങ്ങളെ പഠിച്ചോണം, സഹോദരങ്ങളെ മനസ്സിലാക്കിക്കൊള്ളണം. അത് ഞാൻ 2012 അധ്വാനിച്ചതിനേക്കാൾ 2013 അധ്വാനിക്കുവാനാണ്. 2012 ഞാൻ ആരാധിച്ചതിനേക്കാൾ ആരാധിക്കുവാനാണ്. 2012 ഞാൻ ദൈവസ്തുതി അർപ്പിച്ചതിനേക്കാൾ അധികം അധ്വാനിക്കുവാനാണ്, അധികം ആരാധിക്കുവാനുള്ള നിയോഗമാണ്. ക്രൈസ്തവ സഭയുടെ, പൗരസ്ത്യ സഭയുടെ ആത്മീയത എന്നും അധികം അധികം സഞ്ചരിക്കുന്ന ആത്മീയതയാണ്. ഒരിക്കലും പിന്നോട്ട് വരുന്ന ആത്മീയതയല്ല. ആരാധനയുടെ അളവ് കൂടുന്നു. ആരാധന ദീർഘമായ ആരാധനയാവണം. പ്രാർത്ഥനാ സമയങ്ങൾ സുദീർഘമാവണം. കാരണം ലഭിച്ച കൃപകളുടെ എണ്ണം കൂടി. ലഭിച്ച കൃപകളുടെ എണ്ണം കൂടുന്നെങ്കിൽ മറുഭാഗത്ത് ആത്മീയതയുടെ അളവും വർദ്ധിക്കണം, ആരാധനയുടെ അളവും വർദ്ധിക്കണം, ദൈവ സാന്നിധ്യത്തിൻ്റെ അളവ് വർദ്ധിക്കണം, ദൈവ സാമീപ്യത്തിലായിരിക്കുന്നതിൻ്റെ അളവ് വർദ്ധിക്കണം. ഇതാണ് ചലഞ്ച്, ഇതാണ് വെല്ലുവിളി. അപ്പോൾ 2012 ലഭിക്കുന്ന കൃപകൾ കൊണ്ട് 2013 അധികം സഞ്ചരിക്കുവാനുള്ള ദൈവ നിയോഗമാണ് തിരിച്ചറിയേണ്ടുന്നത്. ഈ ദൈവ കൃപയിലേക്കുള്ള ഒരു വലിയ സഞ്ചാരമായി 2013 ക്രമപ്പെടുത്തണം. പരിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ഉദാഹരണം, ഇതിനോട് ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ടുന്ന ഒരു ഉദാഹരണമുണ്ട്. യേശുതമ്പുരാൻ ഒരു വിരുന്നിന് വരുന്ന സംഭവം വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ടല്ലോ. സുവിശേഷകന്മാരുടെ ഭാഷയിൽ യേശുതമ്പുരാൻ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ വിരുന്ന് വന്നു. യേശുതമ്പുരാൻ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ വിരുന്നിന് വന്നു. അവിടെ ശീമോൻ വിലയുള്ള ഒരുപാട് സാധനങ്ങൾ കരുതിയിട്ടുണ്ടാവും. പക്ഷേ പരിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷകന്മാർ പരാമർശിക്കുന്നത് ശീമോൻ കരുതിയ വിലയുള്ള ഒരു സാധനം പോലും പരാമർശിക്കുന്നില്ല. ശീമോൻ നൽകിയ വിലയുള്ള ഒരു സാധനം പോലും പരാമർശിക്കുന്നില്ല. മറിച്ച് സുവിശേഷകന്മാർ പരാമർശിക്കുന്നത് യേശു ബഥാനിയിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ആം വാക്യം, യേശു ബഥാനിയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെൺകൽ ഭരണി. ആ തൈലത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷണം കണ്ടോ? വില ഉള്ളത് എന്നല്ല, പിന്നെ വില ഏറിയത്, അധികം വിലയുള്ളത് എന്നാണ്. അധികം വിലയുള്ളത്. ഇത് തന്നെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും സൂചിപ്പിക്കുന്നുണ്ട്. 14-ാം അധ്യായത്തിന്റെ വിശുദ്ധ മർക്കോസ് 14-ാം അധ്യായം 3-ാം വാക്യം, അവൻ ബഥാനിയിൽ കുഷ്ഠരോഗിയെ ശിമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ, കണ്ടില്ലേ? അതേ വാക്ക് തന്നെയാ വിശുദ്ധ മർക്കോസും സൂചിപ്പിച്ചിരിക്കുന്നത്. ആദ്യം എഴുതപ്പെട്ടത് വിശുദ്ധ മർക്കോസിൻ്റെതാണ് എന്നതും ഞാൻ സമ്മതിക്കുന്നു. അതുതന്നെ യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലും കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ 12:3 അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടാമാംസി തൈലം എന്ന് പറയുന്നുണ്ട്. ഈ 3 സുവിശേഷകന്മാരും
ഈ തൈലത്തെ സൂചിപ്പിക്കാൻ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് വില ഏറിയത് എന്നാണ്. ശീമോൻ വില ഉള്ളത് കരുതി, മറിയ വില ഏറിയത് കരുതി. വിലയുള്ളതും അധികം വില ഉള്ളതും. സഹോദരങ്ങളെ, അധികം കൃപ ലഭിക്കുമ്പോൾ അധികം വിലയുള്ളത് ദൈവത്തിന് നൽകുവാനുള്ള ഒരു സന്ദേശമാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ലഭിച്ചിരിക്കുന്ന നന്മകളെ ദൈവസന്നിധിയിൽ ഓർക്കുവാനും ലഭിച്ചിരിക്കുന്ന നന്മകൾക്ക് അനുയോജ്യമായി ദൈവസന്നിധിയിൽ കൂടുതൽ അധ്വാനിക്കുവാനുമുള്ള നിയോഗമാണ് പുതുവർഷത്തിൽ നാം തിരിച്ചറിയേണ്ടുന്നത്. ഇതുതന്നെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മറ്റൊരു അർത്ഥതലത്തിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് 7-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ്. ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അപ്പോൾ അധികം ദൈവസന്നിധിയിൽ നിന്ന് കൃപ ലഭിച്ച്, അധികം ദൈവ നന്മകൾ സ്വീകരിച്ച് ദൈവസന്നിധിയിൽ അധികം നൽകുവാനുള്ള നിയോഗമാണ് പുതുവർഷത്തിൽ നാം സ്വീകരിക്കേണ്ടുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഉള്ളവർക്കാണ് ദൈവം നൽകുന്ന ഒരു നന്മ, അധികം നന്മയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് ഉണ്ടായതിലും അധികം സന്തോഷം എൻ്റെ മനസ്സിൽ നീ തന്നിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. എല്ലാ ദിവസത്തിലും സൂത്താറയിൽ നാം ചൊല്ലുന്ന ഒരു സങ്കീർത്തനമാണിത്. ധാന്യവും വീഞ്ഞും ഭൗതികമായി എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ വർദ്ധിച്ചതിലും അധികം സന്തോഷം, ഭൗതികത എനിക്ക് നൽകുന്നതിലും അധികം സന്തോഷം നീ എനിക്ക് തന്നിരിക്കുന്നുവല്ലോ. അധികം സമാധാനം നീ എനിക്ക് തന്നിരിക്കുന്നുവല്ലോ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാർ ആക്കുന്നത് എന്ന് പൗലോസ്ലീഹ അവിടെ സങ്കീർത്തനക്കാരൻ അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ചിന്ത കൂടെ മാത്രം പറഞ്ഞ് ഞാൻ 5 മിനിറ്റ് എടുത്ത് അവസാനിപ്പിക്കട്ടെ. പൗലോസ്ലീഹ 4ാമത് സൂചിപ്പിച്ചത്, 1, ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. 2, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായില്ല. 3, അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചു. 4ാമത് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ അധികം അധ്വാനിച്ചെങ്കിലും, ഞാൻ അധികം നൽകിയെങ്കിലും. പൗലോസ്ലീഹായുടെ അധികം അധ്വാനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പരിശുദ്ധ വേദപുസ്തകം. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ എഴുത്തുകളുള്ളത് പൗലോസ്ലീഹായുടേതാണല്ലോ. അധികം അധ്വാനത്തിൻ്റെതാണ് പരിശുദ്ധ വേദപുസ്തകത്തിലും കാണുന്നത്. എങ്കിലും പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ അധികം അധ്വാനിച്ചു എന്ന് പറയുന്നെങ്കിലും ഒന്നും ഞാനല്ല, ഒന്നും ചെയ്തത് ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. നോക്കൂ, ഇവിടെയാണ് സ്വയം ഇല്ലാതെയായി ദൈവസന്നിധിയിൽ വിനയാന്വിതമാകുന്നത്. അതാണ് ആത്മീയത. ഇവിടെയാണ് ആധ്യാത്മികതയുടെ ഒരു സമ്പൂർണമായ പുനരർപ്പണം നിലകൊള്ളുന്നത്. എവിടെയാ? ദൈവമേ, എനിക്ക് ലഭിച്ചത്, ഞാൻ ആയിരിക്കുന്നത്, ഞാൻ തിരുസന്നിധിയിൽ നിർവഹിക്കുന്നത്, ഇതൊന്നും ഞാനല്ല. നൽകുന്നത് ഞാനല്ല, ചെയ്യുന്നത് ഞാനല്ല, ഒന്നും എൻ്റേതല്ല, മറിച്ച് എല്ലാം ദൈവ കൃപയത്രേ. ഒരുപക്ഷെ ഈ അവസാന ഭാഗത്ത് അദ്ദേഹം ദൈവ കൃപയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മറ്റൊരു വാക്യം കൂടെ ഒന്ന് ധ്യാനിക്കാതെ പോകരുത്. കാരണം പൗലോസ്ലീഹ തന്നെ തൻ്റെ ജീവിതത്തിൽ കൃപകളെക്കുറിച്ച് പറയുമ്പോൾ അത് നന്മകളെക്കുറിച്ച് മാത്രമല്ല, ആനന്ദത്തെക്കുറിച്ച് മാത്രമല്ല പൗലോസ്ലീഹ സൂചിപ്പിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിൽ
കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ 12-ാമത്തെ അധ്യായത്തിൽ, 2-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൽ ഇതിന് അനുരോധമായ ഒരു സംഭവം പൗലോസ്ലീഹ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ നിഗളിച്ചു വെളിപാടുകളുടെ ആധിക്യത്താൽ, 12:7, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. നോക്കൂ, പൗലോസ്ലീഹ ഒരുപാട് കൃപ ലഭിച്ച ആളാണ് എന്ന് നമ്മൾ കണ്ടല്ലോ. കൃപകളെ വ്യർത്ഥമാക്കാത്ത ആളാണ് എന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഈ കൃപകളുടെ കൂട്ടത്തിൽ പൗലോസിന് ദൈവം നൽകിയ മറ്റൊരു ജീവിത അനുഭവമാണ്. അവൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് അവനെ കുത്തുവാനുള്ള ശൂലം, അവനെ കുത്തുവാനുള്ള മുൾമുനകൾ. ജീവിത സാഹചര്യത്തിൽ മുള്ളുകളെ കുറിച്ച് പൗലോസ്ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ ആവോളം കൃപകൾ അനുഭവിച്ച പൗലോസ്ലീഹ വേദനകൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ പൗലോസ്ലീഹ ദൈവത്തോട് പറഞ്ഞു, 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയെയും തൻ്റെ ജീവിതത്തിലെ വേദനകളെയും ഒഴിവാക്കുവാൻ പൗലോസ് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ദൈവത്തിൻ്റെ മറുപടി. മുള്ളുകളെ മാറ്റുന്നതായിട്ടല്ല, വേദനകളെ ഇല്ലാതെ ആക്കുന്നതായിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ മറുപടി, ക്രിസ്തുവിൻ്റെ ഇടപെടൽ ഇങ്ങനെയാണ്: എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിലും തികഞ്ഞു വരുന്നു. സഹോദരങ്ങളെ, പൗലോസ്ലീഹ പറയുന്നത്, ഇതൊന്നും അധ്വാനിച്ചത് ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ എന്ന് പൗലോസ്ലീഹ പറയുന്നത് ഈ കൃപയെക്കുറിച്ചുകൂടെ. നമ്മൾ കൃപ എന്നോർക്കുമ്പോൾ, അനുഗ്രഹം എന്നോർക്കുമ്പോൾ ജീവിതത്തിലെ സന്തോഷ സാഹചര്യങ്ങളെ മാത്രം ഓർത്താൽ പോരാ. പ്രത്യേകിച്ചും നമ്മുടെ സഭയുടെ ആധ്യാത്മികത കഷ്ടങ്ങളിലും സന്തോഷിക്കുന്ന ആത്മീയതയാണ്. വേദനകളെ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് ചേർന്ന് സ്വന്തം ശരീരത്തിൽ പൗലോസ്ലീഹ അനുഭവിച്ചതുപോലെ അനുഭവിക്കുന്ന ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളിത്തമെടുക്കുന്നതാണ് നമുക്കും ജീവിതത്തിൽ വേദനകൾ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും ആരെങ്കിലുമൊക്കെ വേദനകൾ ഉള്ളിൽ വഹിക്കുന്നവരാവും. ഏറെ വേദനകളും നൊമ്പരങ്ങളുമായി ഈ പിതാവിൻ്റെ കബറിങ്കിലേക്ക് അടുത്തു വന്നിട്ടുള്ളവർ ഉണ്ടായേക്കാം. പ്രിയമുള്ളവരെ, പൗലോസ്ലീഹായ്ക്ക് ദൈവം നൽകിയ ഇടപെടൽ ഓർത്തുകൊള്ളണം. വേദനകളിലും കൂടെ നിൽക്കുന്ന ദൈവകൃപ, വേദനകളിലും കൂടെ നിൽക്കുന്ന ദൈവകൃപ നമ്മെ രൂപപ്പെടുത്തുവാൻ, നമ്മെ നിലനിർത്തുവാൻ, ദൈവസന്നിധിയിൽ നമ്മെ ആക്കി തീർക്കുവാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ദൈവകൃപ. പൗലോസ്ലീഹായോട് യഹോവയാം ദൈവം, ക്രിസ്തുനാഥൻ സൂചിപ്പിക്കുന്നത് ഇതുതന്നെയാണ്: എൻ്റെ കൃപ നിനക്ക് മതി. വേദനയില്ലാത്ത ലോകത്തിൽ ജീവിക്കുവാനല്ല, കഷ്ടങ്ങളില്ലാത്ത 2013 കാണുവാനല്ല നമ്മുടെ നിയോഗം. വേദനകളെയും അസ്വസ്ഥതകളെയും ഭാരങ്ങളെയും അപ്രതീക്ഷിതമായ നൊമ്പരങ്ങളെയും അനുഭവിക്കേണ്ടി വന്നേക്കാം. കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും ദൈവമേ, തിരുമുഖത്തെ ശോഭ കണ്ട് ആനന്ദിക്കുവാൻ, തിരുമുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന. കൃപകൾ വിട്ടുപോകല്ലേ എന്ന പ്രാർത്ഥന. ദൈവസാന്നിധ്യം കൂടെ വരേണമേ എന്ന പ്രാർത്ഥന. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പുതുവർഷത്തിൻ്റെ സന്ധിയിൽ പൗലോസ്ലീഹ നൽകുന്ന 4 സാക്ഷ്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചത്. വരും സന്ദർഭങ്ങളിൽ, വരും നിമിഷങ്ങളിലൊക്കെ ഇത് ശാന്തമായി ധ്യാനിക്കുവാൻ ഞാൻ ഏവരെയും നിർബന്ധിക്കുന്നു. പൗലോസ്ലീഹ സൂചിപ്പിക്കുന്നത്, ഞാനാകുന്നത് ദൈവകൃപയാൽ ആകുന്നു എന്നാ. ഞാൻ എൻ്റെ യോഗ്യതകളല്ല, എൻ്റെ പ്രശംസകളല്ല,
എൻ്റെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളല്ല. അതിനപ്പുറത്ത് അർഹതയില്ലാത്ത നന്മകൾ, യോഗ്യതയില്ലാത്ത നൽവരങ്ങൾ തമ്പുരാൻ കൃപയോടെ എനിക്ക് നൽകിയിരിക്കുന്നു. ഈ കൃപകളിൽ ഒന്നുപോലും വ്യർത്ഥമാക്കി കളയുവാൻ ദൈവമേ അവിടുന്ന് അനുവദിക്കരുതേ. കൃപകളെ നഷ്ടപ്പെടുത്തി കളയാതെ ലഭിച്ച കൃപകൾ കൊണ്ട് അധികം ദൈവസന്നിധിയിൽ അധ്വാനിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അതിനപ്പുറത്ത് ജീവിത സാഹചര്യങ്ങളിൽ വേദനയുടെ നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനയുടെയും ഭാരങ്ങളുടെയും നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവമേ അവിടുന്ന് തള്ളിക്കളയാതെ പൗലോസിന് നൽകിയ പ്രത്യാശ പോലെ ഞാൻ കൂടെ നിൽക്കുന്ന സ്നേഹമാണ് എന്ന്, ഞാൻ കൂടെ നിൽക്കുന്ന കൃപയാണ് എന്ന്, ബലഹീനതകളിലും ബലപ്പെടുത്തുന്ന ദൈവമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ, തിരിച്ചറിയുവാൻ, ജീവിതത്തിൽ അനുഭവിക്കുവാൻ തമ്പുരാനെ പുതിയ വർഷം ഞങ്ങളെയും സഹായിക്കണമേ എന്നീ സന്ധ്യായാമങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകളിൽ ഈ വിശുദ്ധ ദേവാലയത്തിൽ നിങ്ങളോട് ചേർന്നായിരിക്കുവാൻ കഴിഞ്ഞതിൽ അനൽപമായ സന്തോഷമുണ്ട്. ഇത് ദൈവ നിയോഗമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പ്രത്യേകിച്ചും ഈ സന്ധ്യയിൽ ഇവിടെ പ്രസംഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ധ്യാനത്തിന് വേണ്ടി വരാനല്ല ഞാൻ ആദ്യം ആഗ്രഹിച്ചിരുന്നത്. ഞാൻ വേറെ പ്രോഗ്രാമുകളൊന്നും ഏൽക്കാതെ, വേറെ ഒരു എൻഗേജ്മെൻ്റ് ഇല്ലാതെ ഫ്രീ ആയി ഈ പരുമലപ്പള്ളിയിൽ നിങ്ങളിൽ ഒരാളെ പോലെ ശാന്തമായി ആരും അറിയാതെ ഒരിടത്ത് വന്നിരുന്ന് ഈ രാത്രി ചെലവാക്കണം എന്നാഗ്രഹിച്ച ആളാണ്. ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച വളരെ അപ്രതീക്ഷിതമായി ഇവിടെ നിന്ന് ഈ മുത്തായിക്കുട്ടി അച്ഛനും റമ്പാച്ചനും എന്നെ വിളിക്കുന്നത്. അതൊരു ദൈവനിയോഗമായി ഞാൻ തിരിച്ചറിയുന്നു. എനിക്കും ഈ ലഭിച്ച ഈ പരിശുദ്ധ പരുമല തിരുമേനിയുടെ പുണ്യമായ ഈ സ്ഥലത്ത് തിരുവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി, ധ്യാനത്തിന് വേണ്ടി ലഭിച്ച ഈ അവസരം അനുഗ്രഹദായകമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എവരോടുമുള്ള ഹൃദ്യമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടും എല്ലാവരുടെയും പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടുകൊണ്ടും അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ വഴി നടത്തട്ടെ.